എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ പത്മനാഭ സഹസ്രനാമത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 2024 വിഷുവിന്റെ അന്ന് സമാരംഭിച്ച് അതിനു മുമ്പ് തന്നെ നമ്മുടെ സഹസ്രനാമ ജപം ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. എന്നാലും ഒരു വ്യവസ്ഥാപിതമായിട്ട് 2024 വിഷു മുതൽ രാവിലെ 8:30 കുരിശൈരം ഇതുവരെ മുടക്കമില്ലാണ്ട് നടന്നിട്ടില്ല. അപ്പൊ അതോടൊപ്പം ആദരണീയനായിട്ടുള്ള തന്ത്രിവര്യന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പല കാര്യക്രമങ്ങളും ഇതോടൊപ്പം കൂട്ടിച്ചേർത്തു. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യക്രമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. വിഷ്ണു സഹസ്രനാമത്തിന്റെ വിശദമായ ഒരു പഠനം. ഇതിലേക്ക് ആ പഠനത്തിന്റെ ഒരു 10 ദിവസം കൂടുന്ന സമയത്ത് നമ്മൾ ഒരു സെമിനാർ എന്നുള്ള രീതിയിൽ ഒത്തുചേരാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു. ഇത് മുൻകാലത്ത് നമ്മുടെ സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെ നേതൃത്വത്തിൽ സൗന്ദര്യലഹരി പഠനം നടന്ന അതേ മാതൃകയാണ് നമ്മൾ ഇതിന് സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് അതിന്റെ ആദ്യത്തെ സെമിനാറാണ്. നമ്മൾ ഇതുവരെ ശാന്തശയനം, അതോടൊപ്പം 9 സഹസ്രനാമത്തിലെ 9 ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു. തുടർന്നാണ് നമ്മൾ ഇന്ന് അതിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ സെമിനാറിന്റെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മളോടൊപ്പം ഒത്തുചേർന്നിട്ടുള്ളത് ആദരണീയായിട്ടുള്ള നമ്മുടെ തിരുവിതാംകൂർ രാജകുടുംബാംഗം ശ്രീ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാനാണ്. തമ്പുരാനെ ഈ സഭയ്ക്ക് വേണ്ടി പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഗൂഗിൾ മീറ്റ് ഈ ആദ്യത്തെ സെമിനാറിന്റെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. 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 2 നമ്മുടെ വിഷയം അവതരിപ്പിക്കാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് തന്ത്രിപടത്തിൽ നിന്നും ആദരണീയമായിട്ടുള്ള നമ്മുടെ പ്രദീപൻ നമ്പൂതിരിപ്പാടാണ്. അപ്പൊ അദ്ദേഹം പത്മനാഭ ക്ഷേത്രത്തിന്റെ തന്ത്രപടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. ശ്രീ പ്രദീപൻ നമ്പൂതിരിപ്പാടിനെയും നമ്മൾ ഈ ഗൂഗിൾ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. നമസ്തേ. പൂജ്യ സ്വാമിജി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. സ്വാമിജിയാണ് ശ്രീരാമ ഉപാസനാ തത്വം എന്നുള്ള വിഷയം നമുക്ക് അവതരിപ്പിക്കുന്നത്. പൂജ്യ സ്വാമിജി ഇപ്പോഴ് വെളിയനാട് ആദിശങ്കര നിലയത്തില് ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലെ ആചാര്യനാണ്. പൂജ്യ ശാരദാനന്ദ സരസ്വതി സ്വാമിജിയെയും ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്ത് നമുക്ക് ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ട് നമ്മളോടൊപ്പം നമ്മുടെ കൂടെ തന്നെ ഉള്ള ആളാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹം ഒരു യാത്രയിലാണ് സൂചിപ്പിച്ചു. ഉണ്ണിയേട്ടനെയും ഈ ഗൂഗിൾ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് എത്തിച്ചേർന്ന എല്ലാ സ്ഥലങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കവിതയെ ക്ഷണിക്കുന്നു. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നമ്മുടെ ഈ ഇന്നത്തെ ആമുഖമായിട്ട് സൂചിപ്പിച്ചു. ഈ ഒരു സഭ ഇതിന്റെ രീതിയിൽ ഞാനൊന്ന് പരിചയം അല്ലെങ്കിൽ ഈ സഭയിൽ വന്നതിനെ ഒന്ന് ചെയ്യുന്നു. പൊതുവിൽ ഒരു പരിപാടിയുടെ ഒരു സൂചനയും അതിന്റെ ഒരു ആമുഖമായിട്ട് സൂചിപ്പിക്കാനായിട്ട് ഗീതാജിയെ ക്ഷണിക്കുന്നു. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിഷ്ണുനാമ പഠന യജ്ഞത്തോടനുബന്ധിച്ച് നടക്കുന്ന ആദ്യത്തെ ഓൺലൈൻ സെമിനാറാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിൽ പങ്കെടുക്കുന്ന മഹത് വ്യക്തികളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായി ഈ സഭ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാന്യനായ രാജകുടുംബാംഗം ശ്രീ അവിട്ടം തിരുനാൾ
ആദിത്യവർമ്മ തമ്പുരാൻ തിരുമനസിനെ ശ്രീ പത്മനാഭ ഭക്ത മണ്ഡലിയുടെ പേരിൽ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. അടുത്തതായി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന വിഷയത്തെ അവതരിപ്പിക്കുന്ന ആദരണീയനായ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ നെടുമ്പിള്ളി അരുണല്ലൂർ NR പ്രദീപ് നമ്പൂതിരിപ്പാട് അവർകളാണ്. അദ്ദേഹത്തെ പത്മനാഭ ഭക്ത മണ്ഡലിയുടെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശ്രീ രാമോപാസന തത്വം എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് വിവരിച്ചു തരുന്നത് ശ്രീ ചിന്മയ മിഷൻ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ വെളിയനാട് ഉള്ള പൂജനീയ സ്വാമി ശാരദാനന്ദ സരസ്വതി ആണ്. അദ്ദേഹത്തെ സ്വാമിയെ ആദരപൂർവ്വം ശ്രീ പത്മനാഭ ഭക്ത മണ്ഡലിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മളിൽ തന്നെ ഒരാളായ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സാറിനെയാണ്. അദ്ദേഹം നമുക്ക് വിഷ്ണു സഹസ്രനാമ മഹത്വത്തെ കുറിച്ചാണ് വിവരണം നൽകുന്നത്. അദ്ദേഹത്തെയും ഈ പത്മനാഭ ഭക്ത മണ്ഡലിയുടെ പേരിൽ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ ഗുരുതുല്യന്മാർക്കും ഭക്തജനങ്ങൾക്കും മണ്ഡലി പ്രവർത്തകർക്കും ഭക്തമണ്ഡലിയുടെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹരി ഓം. നമ്മുടെ ക്ഷേത്രത്തിനുള്ളിലേക്ക് വേഗത്തിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഉദ്ഘാടനത്തിന് നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് തമ്പുരാനെ ക്ഷണിക്കുന്നു. നമസ്കാരം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട തന്ത്രി, സ്വാമിജിമാരെ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി തന്നെ എന്നെ ഇതിൽ വിളിച്ചത് തന്നെ വളരെ 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 സന്തോഷമുണ്ട്. ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹമാണെന്ന് തന്നെ പറയാം. ശരിക്കും തിരുമേനിമാരുടെ ആ ഒരു എന്താ നേതൃത്വത്തിൽ ഇത്രയും വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ പറ്റിയത് തന്നെ വളരെ ഒരു പുണ്യമായിട്ടൊരു കാര്യമാണ്. അതിന്നും ഇതുപോലെ തന്നെ തുടർന്ന് പോണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇന്നത്തെ കാലത്ത് വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് നമ്മൾ ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മാരക രോഗങ്ങൾ വരാതിരിക്കാനും അതിനൊരു രക്ഷാ കവചമായിട്ടും ഈ മഹാമന്ത്രം വിഷ്ണു സഹസ്രനാമം തീർച്ചയായിട്ടും എല്ലാവർക്കും അത് ഉപയോഗപ്പെടും. അതുകൊണ്ട് എല്ലാവരും കഴിയുന്നതും ദിവസവും ജപിക്കാൻ ശ്രമിക്കുക. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഇന്ന് കർക്കടക ശിവേലിയാണ്. ഇപ്പൊ തന്നെ ഇത് അമ്പലത്തിലോട്ട് ഇറങ്ങുകയാണ്. അപ്പൊ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിടുവാങ്ങുന്നു. നന്ദി, നമസ്കാരം. നന്ദി. ഇപ്പൊ ലോകം മുഴുവൻ നമ്മുടെ 220-220ഓളം പേര് നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ നമ്മുടെ മണ്ഡലിയുടെ ആൾക്കാർ ഇതിൽ പ്രവേശിച്ചിട്ടുണ്ട്. എല്ലാവർക്കും തമ്പുരാന്റെ വാക്കുകൾ, പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ഈ സഹസ്രനാമത്തിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും ഇതിന്റെ ആവശ്യകതയെക്കുറിച്ചും എല്ലാം തമ്പുരാൻ സൂചിപ്പിച്ചു. നമസ്കാരം. തമ്പുരാൻ അത്യാവശ്യമായിട്ട് പോകേണ്ടുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അത് അന്ന് സൂചിപ്പിച്ചപ്പോഴേ പറഞ്ഞു ഇങ്ങനെ ശിവേലിയുള്ള ദിവസമാണ്, അതുകൊണ്ട് നാളെ ഒന്നും ആണല്ലോ. അപ്പൊ അവിടെ നേരത്തെ വിശേഷ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തമ്പുരാന് നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വിഷയം 3 വിഷയമാണ് ചിന്തിച്ചിരുന്നത്. കാരണം നമ്മുടെ ക്ഷേത്രത്തിന്റെ തന്ത്രിവര്യന്മാരിൽ ഇതിനെല്ലാം കാരണക്കാരനായിട്ടുള്ളത് നെടുമ്പള്ളി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാടാണ് നമ്മളോട് ഇതിനെല്ലാം സൂചിപ്പിച്ചത്. അന്ന് നമ്മളിത് ആരംഭിക്കുന്ന സമയത്ത് സഹസ്രനാമത്തിനും നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ഉള്ള ബന്ധത്തെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും കൂടിയിരിക്കുമ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പോഴതിനായിട്ടുള്ള തന്ത്രിവരൻ പലപ്പോഴും സൂചിപ്പിച്ച കാര്യങ്ങൾ അങ്ങനെയെല്ലാം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ സെമിനാർ ഉണ്ടാകുമ്പോൾ ആദ്യത്തെ വിഷയം എന്താകണം എന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പോ ഒരു ഭഗവാന്റെ ഒരു ലീല എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് സമാചരിക്കുന്ന കർക്കിടക മാസം ആരംഭിക്കുന്നത് നാളെയാണ്. അതിന്റെ തൊട്ട് തലേന്നാണ് നമ്മൾ ഒത്തുകൂടുന്നത്. ഈ സെമിനാർ ദിവസം തന്നെയാണ്. അപ്പൊ ഈ വിഷയം എന്തായാലും രാമായണവും സഹസ്രനാമവും നമ്മുടെ ക്ഷേത്രവും ആയി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം തന്നെ ആകണം. ക്ഷേത്രത്തിന്റെ വിഷയം സംസാരിക്കാൻ, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ അകത്തുള്ള നമ്മുടെ സഹസ്രനാമവും അല്ലെങ്കിൽ രാമായണവുമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കാനുള്ള പൂർണ്ണമായുള്ള അധികാരം തന്ത്രിമഠത്തിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ആ വിഷയം നമ്മളോട് സംവദിക്കാനായിട്ട് ശ്രീ പ്രദീപൻ നമ്പൂതിരിപ്പാടിനെ ക്ഷണിക്കുന്നു. നമസ്കാരം.
പത്മയാ പരിരബ്ധാംഗം പത്മഗർഭദളേക്ഷണം പത്മനാഭമഹം വന്ദേ സ്യാനന്ദൂരപുരേശ്വരം. ശ്രീ പത്മനാഭായ നമഃ. വലിയൊരു വിഷയമാണ് എൻ്റെ മുമ്പിൽ തന്നിട്ടുള്ളത്. അതിനെ എങ്ങനെ ചുരുക്കി പറയണം എങ്ങനെ എന്നുള്ളത് കുറച്ച് കഠിനാണ്. ഭാരതഖണ്ഡത്തില് തെക്കേ അറ്റത്ത് ആണ് ശ്രീ പത്മനാഭസ്വാമി തെക്കോട്ട് തലവച്ച് എന്ന് പറയട്ടെ അനന്തശയനമൂർത്തിയായിട്ട് കിടക്കുന്നത്. ഇതിന് ഈ ഭാരതഖണ്ഡത്തെ ഒരു വാസ്തുശാസ്ത്രപ്രകാരം ഒരു ഒറ്റ പ്ലോട്ടായിട്ട് എടുത്താൽ അതിൽ ശയന സ്ഥാനമാണ് കന്നിമൂല. അതാണ് നമ്മുടെ തിരുവനന്തപുരം, ഈ ശ്രീ പത്മനാഭസ്വാമി ശയിക്കുന്ന സ്ഥാനം. അവിടെ എല്ലാവരാലും എല്ലാ ദേവഗണങ്ങളാലും അർച്ചിക്കപ്പെട്ട് അദ്ദേഹം യോഗനിദ്രയിലാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ പണ്ട് കാലത്ത് ഇവിടെ അനേകം പാരായണങ്ങൾ നടന്നിരുന്നു. ഭാരതം, രാമായണം തുടങ്ങി പല ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ഇവിടെ പാരായണം ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോ ഏറ്റവും നല്ലൊരു സന്ദർഭം കൂടിയാണ് ഈ ഒരു ദിവസം. ഇന്ന് ഏകദേശം 1960-കളിലെ നിർത്തിയ ഭദ്രദീപം എന്ന ക്രിയയുടെ ദീപസ്ഥാപനം കഴിച്ച് അതിൻ്റെ പൂജയൊക്കെ അവസാനിച്ച് വന്നിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഈ ഒരു ഈ ഒരു മീറ്റില് പങ്കെടുക്കാൻ സാധിച്ചത്. അവിടെ അത് തന്നെ വലിയൊരു അനുഗ്രഹമാണെന്ന് പറയട്ടെ. ഇത്രയും കാലമായിട്ട് നമ്മൾ ഒരു 2002 മുതല് 2002 ഒരു സോവനീറില് ഒരു ലേഖനം എഴുതാനുള്ള ഭാഗ്യമുണ്ടായി. അതിനെ തുടർന്ന് വലിയൊരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു. അത് ഈ വർഷം ഇപ്പൊ സഫലമായി എന്ന് പറയട്ടെ. നാളെയാണ് ഇപ്പൊ അതിന്റെ ദീപത്തിന്റെ ഉദ്വാസന. ഇനി വരാൻ പോകുന്നത് 25 നവംബർ മുതൽ 26 ജനുവരി 15-ാം തീയതി വരെ വേദ ജപയജ്ഞം അല്ലെങ്കിൽ മുറജപമാണ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അതിനുള്ള ഒരു മുന്നോടി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പൊ ഈ സഹസ്രനാമ ജപത്തിന്റെ ഈ പഠനം അതോടനുബന്ധിച്ച് ഉള്ള ഇതുപോലുള്ള സെമിനാറുകളൊക്കെ നടക്കുന്നത്. എന്താണ് സഹസ്രനാമവും അല്ലെങ്കിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായിട്ടുള്ള ബന്ധം? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ സഹസ്രനാമം പ്രത്യേകിച്ച് ജപിക്കുക, അതുപോലെ പ്രദക്ഷിണം വയ്ക്കുക, നമസ്കരിക്കുക തുടങ്ങിയ ചില ചിട്ടകൾ പണ്ട് മുതലേ ഉണ്ട്. അത് പഠിച്ചു വരുമ്പോഴാണ് ഇതിൻ്റെ കുറച്ചുകൂടി അടിയിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. ശ്രീപത്മനാഭൻ യോഗനിദ്രയിലാണെന്ന് പറഞ്ഞു. ആ യോഗനിദ്ര ദേവന്മാര് രാവണാദി രാക്ഷസന്മാരുടെ ശല്യം സഹിക്ക വയ്യാതെ, അല്ലെങ്കിൽ ആ ഒരു രാവണന്റെ രാക്ഷസ ശക്തികളുടെ
ഒരു ഏറ്റവും കൂടുതൽ ശക്തിയായിട്ട് ഉള്ള ഒരു സമയത്ത് അവയെ തിരുത്താൻ വേണ്ടിയിട്ട് എങ്ങനെ വേണം എന്നുള്ള ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് യോഗനിദ്രയിലിരിക്കുന്ന പത്മനാഭ ഈ മഹാവിഷ്ണുവിനെ വൈകുണ്ഠത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അപ്പോ യോഗനിദ്രയിലുള്ള പത്മനാഭ ഈ മഹാവിഷ്ണു രാവണവധത്തിനായിട്ട് അവതരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു സങ്കല്പത്തിലുള്ള ഒരു പ്രതിഷ്ഠ കൂടിയാണ് ഇവിടുത്തെ. അത് പ്രത്യേകിച്ച് പറയേണ്ടത് ശ്രീ മഹാവിഷ്ണു ജനിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചതുർവ്യൂഹങ്ങൾ അല്ല, അദ്ദേഹത്തിന്റെ ആയുധാദികള്, ചക്രം, ശംഖം, അതുപോലെ മെത്തയായിട്ടുള്ള അനന്തൻ, ഇവരെല്ലാം അംശാവതാരം പൂർണ്ണാവതാരമായിട്ട് തന്നെ ദശരഥന്റെ മക്കളായിട്ട് പിറന്നു എന്നുള്ളത് ആ പിറന്ന് അവരെ പുകത്തുന്ന അല്ലെങ്കിൽ അവരെ ആരാധിക്കുന്ന ഒരു കാലം കൂടിയാണ് നാളെ മുതൽ ഈ കർക്കിടമാസം കേരളത്തിൽ ആചരിക്കാൻ പോകുന്നത്. കുറെ കാലങ്ങളായിട്ട് മുത്തശ്ശിമാര് പാടിപ്പോഴ്ത്തുന്ന രാമായണ ശീലുകള് നാളെ മുതൽ എല്ലാ ദിക്കിലും വീണ്ടും മുഴങ്ങും. അത് ഈ രാമായണ കർക്കിടമാസം മാത്രമല്ല, എല്ലാ മാസത്തിലും രാമായണ ശീലുകള് എല്ലാ ഗൃഹങ്ങളിലും ഉണ്ടാവണം എന്നുള്ളതാണ്. അതിന് വേണ്ട ഒരു തുടർ എന്താ പറയണ്ടേ, അതിനുള്ള ഒരു തുടർച്ചയാവട്ടെ ഇത്തരം പ്രവർത്തനങ്ങൾ. ദേവാദികള് ഭൂഭാരത്തെ ശമിപ്പിക്കാൻ ശ്രീരാമാവതാരത്തിന് ഭഗവാനെ സ്തുതിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ആ സ്തുതിച്ച കൂട്ടത്തില് പുരുഷ സൂക്തം തുടങ്ങിയ സൂക്തങ്ങളെ കൊണ്ട് സ്തുതിച്ചു. അങ്ങനെ ദേവൻ അവതരിച്ചു. ആ ദേവന്റെ മൂർത്തിയുടെ സാന്നിധ്യം ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഉണ്ട്. കാരണം എവിടെയില്ലാത്തതാണ്. പല ക്ഷേത്രങ്ങളിലും പല പല ആചാരങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പല വായനകളുണ്ടെങ്കിലും രാമായണം നിത്യവും വായിക്കുന്ന ഒരു ക്ഷേത്രം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടാവുള്ളൂ. അത് നരസിംഹസ്വാമിയുടെ സന്നിധിയിൽ തൊട്ട് ആണ് ആ രാമായണ പാരായണം. അത് കാലങ്ങളായിട്ട് മറ്റു പലതും നിർത്തിപ്പോയെങ്കിലും രാമായണം വായിക്കല് ഇന്നും തുടർന്ന് വരികയാണ്. അതിന് ഒരു പ്രത്യേകത വാൽമീകി രാമായണമാണ്, മറ്റു രാമായണമൊന്നുമല്ല. വാൽമീകി രാമായണ മൂലം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു തുടർപ്രവൃത്തിയാണ് ഇവിടെ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ രാമായണത്തില് രാമായണത്തിന്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട്. അപ്പൊ ആ രാമായണവുമായിട്ട് ഭഗവാനുള്ള ബന്ധം, ശ്രീപത്മനാഭന് ബന്ധമുണ്ട് എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ തീർച്ചയാണ്. ഒന്നാമത് യോഗനിദ്രയിലുള്ള അവതാരമൂർത്തി തന്നെ ഈ ഒരു രാമാവതാരത്തിന് സന്നദ്ധനായിട്ടുള്ള മഹാവിഷ്ണുവാണ്. പോരാത്തതിന് രാമായണ പാരായണം ഇവിടെ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തന്നെ ഈ ക്ഷേത്രവും രാമായണവും തമ്മിൽ വളരെ ബന്ധം ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പിന്നെ
ഈ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആദ്യം രാമായണത്തെ കുറിച്ച് തന്നെ ആവണം ഈ ഒരു സഹസ്രനാമത്തിനാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിലും രാമായണത്തിന് കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഇങ്ങനെ ഒരു ഇത് അവതരിപ്പിക്കാൻ എന്ന ഒരു തീരുമാനമെടുത്തത്. മാത്രമല്ല ഇതില് സഹസ്രനാമത്തില് അവസാനം പറയുന്നുണ്ട് രാമനാമമാണ് സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം എന്ന് പറയുന്നത് അതിന്റെ. അപ്പോ സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യം രാമനാമത്തിനുണ്ട്, രാമായണത്തിനുണ്ട്, രാമാദികൾക്കുണ്ട് എന്നുള്ളത് കൂടിയാണ് ഇവിടെ കാണേണ്ടത്. അപ്പോ അത്തരമുള്ള ആ ഒരു ക്ഷേത്രവും രാമായണവും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഈ ക്ഷേത്രത്തിലെ രാമായണത്തിനുള്ള സ്ഥാനം, അല്ലെങ്കിൽ ഇതിന് രാമായണം ഉപാസിച്ചാൽ ഉണ്ടാവുന്ന ഫലം ഒക്കെ, രാമായണം വായിച്ച് ദേവനെ ഉപാസിച്ചാൽ ഉണ്ടാവുന്ന ഫലം ഒക്കെ വളരെ അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അതിൽ തന്നെ രാമായണത്തിൽ തന്നെ ശ്രീരാമന്റെ രാമായണ മൂർത്തികൾ എല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയണം. ശ്രീരാമൻ, സീത ഒക്കെ, ഹനുമാൻ ഒക്കെ ഈ ക്ഷേത്ര സന്നിധിയിലുണ്ട്. അപ്പോ ഒരു അയോധ്യയുടെ ഒരു നേർപ്പതിപ്പ് കൂടിയാണ് എന്ന് പറയേണ്ടി വരും ഈ ക്ഷേത്രം. ഈ വിഷ്ണു സഹസ്രനാമം എന്ന് പറയുന്നത് വേദത്തിന്റെ സാരമാണ്. പിന്നെ ഭഗവത്ഗീത എന്ന് പറയുന്നത് മറ്റ് ശാസ്ത്രങ്ങളുടെ, അല്ലെങ്കിൽ സർവ ശാസ്ത്രങ്ങളുടെയും സാരമാണ് ഭഗവത്ഗീത. വേദസാരമാണ് വിഷ്ണു സഹസ്രനാമം. ഇപ്പൊ വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ വേദം ജപിച്ച ഫലമാണ്. അത് ഒരു വേദമല്ല, എല്ലാ വേദങ്ങളും ജപിച്ച ഫലം വിഷ്ണു സഹസ്രനാമത്തിന് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു ഭാവം പറഞ്ഞു. ഇനി ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രത്തിന്റെ അകത്തേക്ക്, അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ഈ ഈ യോഗശയ്യയിലുള്ള മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് ദേവതകളും അതുപോലെ എല്ലാ ദേവതയും, സപ്തർഷിമാരും സനകാദികളും ഗരുഡൻ തുടങ്ങിയ വാഹനങ്ങളും ഒക്കെ സന്നിധിയിലുള്ളതാണ്. അപ്പൊ തന്നെ ആ ഒരു ഒരു വൈകുണ്ഠ സദൃശമായ സ്ഥാനം, ആ വൈകുണ്ഠ സദൃശമായ സ്ഥാനത്ത് ഇങ്ങനെയുള്ള ഒരു മൂർത്തി, ആ മൂർത്തി ഇങ്ങനെ ഒരു സങ്കല്പത്തിലുള്ള മൂർത്തി, ആ മൂർത്തിയുടെ മുന്നിൽ ഇത്രയും വലിയൊരു ലക്ഷ്യത്തോടു കൂടി, അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ജനസഹസ്രങ്ങള് നാമം ജപിക്കുക. കലികാലത്ത് നാമസങ്കീർത്തനത്തിനാണ് എല്ലാ പ്രാധാന്യം എന്ന് പറയും. അപ്പൊ ആ നാമം ഒരു നാമല്ല, അനേക നാമങ്ങള്. ഒരു നാമം ജപിക്കാത്ത രാമരാമ എന്ന് ജപിക്കുക എന്നല്ല. വിശ്വം വിഷ്ണുർ വഷത്കാരോ എന്നുള്ള ആ സഹസ്രനാമം മുഴുവൻ പ്രകമ്പനം കൊള്ളുകയാണ് ക്ഷേത്രത്തില്. ഈ നാദമാണ് ലോകത്തിന്റെ, അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഒരു ഉൽപ്പന്നം നാദമാണ്. ആ നാദമാണ് പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. അപ്പോ അങ്ങനെയുള്ള ഒരു ഇത് കോടിക്കണക്കിന് നാമങ്ങള് ജപിക്കുക. ഈ അക്ഷരത്തിന് നാശമില്ല, അല്ലെങ്കിൽ ശബ്ദത്തിന് നാശമില്ല എന്നാണ് പറയുക. അപ്പൊ നമ്മൾ ജപിച്ച ആ ഒരു സ്വരം കാലാകാലങ്ങളില് ഗഗനത്തില് പ്രകമ്പനം കൊണ്ട് ഇരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷ്ണു സഹസ്രനാമാദി ജപങ്ങള്, വേദഘോഷാദികളൊക്കെ
ഈ ആരാണോ ജപിക്കുന്നത് ആ ജപിക്കുന്നവന്റെ ഐഡന്റിറ്റി കാലാകാലങ്ങളിൽ പ്രപഞ്ചത്തിൽ നിലനിൽക്കും എന്നുള്ള ആ സത്യത്തെ കൂടി നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഇതില് പങ്കെടുക്കുന്നവര്, ഈ ജപിക്കുന്നവര് അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ജപിക്കാൻ. അപ്പോ പറഞ്ഞു വന്നത്, ജപിക്കുമ്പോ ഉറക്കെ ജപിക്കണം, മനസ്സിൽ ജപിക്കാം. അതൊക്കെ ചില മന്ത്രങ്ങളുണ്ട് അങ്ങനെ പാടുള്ളൂ എന്നുള്ളത്. സഹസ്രനാമാദികളൊക്കെ ഉറക്കെ ജപിക്കണം. ഉറക്കെ ജപിച്ചാലാണ് അതിന് ഫലം. എത്രത്തോളം ഉറക്കെ ജപിക്കണോ അത്രത്തോളം ഫലം കൂടും. അത് വൈബ്രേഷൻ കൂടും. അപ്പോൾ അത് ഒരു നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് മൂഡ് മാറ്റി ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരും. അത് ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിന് കിട്ടും. ഒരു കുടുംബത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുടുംബങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രദേശത്തിന് കിട്ടും. ആ പ്രദേശത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തം എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂട്ടായ്മകൾക്ക് കഴിയട്ടെ. ഈ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കട്ടെ. നമസ്കാരം. ശ്രീ തന്ത്രിവര്യനായിട്ടുള്ള പ്രതിബിംബ പുരുപ്പാടിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു. അപ്പോൾ ക്ഷേത്രത്തിലെ സഹസ്രനാമത്തിന്റെ അതുപോലെ തന്നെ രാമായണത്തിന്റെ ബന്ധം, രാമാവതാരത്തിനായിട്ട് തയ്യാറായിരിക്കുന്ന ഭഗവാന്റെ ഭാവമാണ് അവിടുത്തെ പ്രതിഷ്ഠ. അതുപോലെ തന്നെ അവിടെ രാമാവതാരം ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദേവാദികളെല്ലാം എത്തിച്ചേർന്ന് അവരെല്ലാവരും അവിടെ നിൽക്കും. ആ പരിവാരങ്ങൾ മുഴുവനും ആ ക്ഷേത്ര ശ്രീലകത്ത് ഉണ്ട്. നമുക്ക് പല പഴയ ഭാവചിത്രങ്ങളിലെല്ലാം നമുക്കത് ദർശിക്കാവുന്നതാണ്. അതെല്ലാം പ്രകടമാക്കിക്കൊണ്ട് പഴയ ചിത്രകാരന്മാര് അകത്തെ ചിത്രങ്ങളൊക്കെ നമുക്ക് വരച്ച് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഭാവങ്ങളെയും അകത്ത് രാമായണ പാരായണം, അതുപോലെ തന്നെ സഹസ്രനാമ പാരായണം, മുറജപകാലത്ത് വേദജപം നടക്കുന്നതിന് തത്തുല്യമായിട്ട് സഹസ്രനാമ ഈ കുലശേഖര മണ്ഡപത്തില് അന്ന് ജപം നടക്കാറുണ്ട്, ഈ 56 ദിവസം. അതിന് വളരെയധികം പ്രാധാന്യമാണ്. അതിനെല്ലാം സംക്ഷിപ്തമായിട്ട് ഒരു 15 മിനിറ്റ് കൊണ്ട് ശ്രീ പ്രതിബിംബ പുരുപ്പാട് നമ്മളോട് സംസാരിച്ചു. ഇനി നാളെ മുതൽ നമ്മൾ ആരംഭിക്കുന്നതും അതുപോലെ തന്നെ പ്രതിബിംബ പുരുപ്പാട് സൂചിപ്പിച്ചതുപോലെ നാളെയല്ല, നമ്മുടെ നിത്യ ജീവിതത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള രാമായണം. രാമനും കൃഷ്ണനും ഇല്ലാതെ ഭാരതവുമില്ല, ഹൈന്ദവരുമില്ല എന്നുള്ള നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ നിത്യവും നമ്മുടെ ജീവിതത്തിലെ ഭാഗമായിട്ടുള്ള ശ്രീരാമസ്വാമിയെ കുറിച്ചിട്ട്, ധർമ്മമൂർത്തിയായിട്ടുള്ള കുറിച്ചിട്ടും ആ ശ്രീരാമ ഉപാസന തത്വത്തെക്കുറിച്ച് നമ്മളോട് സംവദിക്കാനായിട്ട് സംപൂജ്യ ശാരദാനന്ദ സരസ്വതി സ്വാമിജിയെ ആദരപൂർവ്വം ക്ഷണിക്കും. ഹരിയും സ്വാമിജി. ഓം ഗം ഗണപതയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഓം രാം രാമായ നമഃ. ജാനകീ വല്ലഭായ സ്വാഹ. പ്രസന്നതാം യാനഗതാഭിഷേകത തഥാപി നന്നമ്ലോ വനവാസ ദുഃഖദഃ മുഖാംബുജശ്രീ രഘുനന്ദനസ്യ മേ സദാസ്തു സാ മംഗളമഞ്ജുളപ്രദാ. ഹരി ഓം. ശ്രീ തുളസീദാസ് ഇവിടുത്തെ രാമചരിതമാനസത്തിന്റെ ആമുഖമായിട്ട് രചിച്ചിട്ടുള്ള ഒരു മംഗള ശ്ലോകമാണ്, ധ്യാന ശ്ലോകമാണ് നമ്മളിപ്പോ ശ്രമിച്ചത്. വളരെ മനോഹരമായ അനേകം
ഭഗവാനെ കുറിച്ചിട്ടുള്ള അനേകം സ്തോത്രങ്ങളുണ്ട്, ശ്ലോകങ്ങളുണ്ട്. പക്ഷേ ഈ ശ്ലോകം കുറച്ച് വിശേഷമായിട്ടുള്ള ശ്ലോകം. എന്താണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് ആലോചിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ സത്സംഗം ആരംഭിക്കാം. പറയാണ്, സദാ അസ്തു, എന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകട്ടെ. എപ്പോഴും ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നന്മയുടെയും തിന്മയുടെയും ഉയർച്ചയുടെയും താഴ്ചയുടെയുമായ എല്ലാ അവസരങ്ങളിലും സദാ അസ്തു, എൻ്റെ ഒപ്പം ഉണ്ടാകുമാറാകട്ടെ. എന്താണ് എൻ്റെ ഒപ്പം ഉണ്ടാവേണ്ടത്? പറയാണ്, മുഖാംബുജശ്രീ, മുഖാംബുജത്തിന്റെ ശോഭ. ആരുടെ മുഖാംബുജത്തിന്റെ ശോഭ? രഘുനന്ദനസ്യ, സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ മുഖാംബുജശ്രീ, അവിടുത്തെ തിരുമുഖത്തിലെ ആ ശോഭ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാകുമാറാകട്ടെ. മുഖാംബുജശ്രീ രഘുനന്ദനസ്യ മുഖാംബുജശ്രീ സദാ അസ്തു. അതെന്താണ് ഈ മുഖാംബുജശ്രീയുടെ പ്രത്യേകത? പറയണോ, മഞ്ജുള മംഗളപ്രദാം, ഏറ്റവും മനോഹരമായിരിക്കുന്ന മംഗളത്തെ, സകലവിധങ്ങളായിരിക്കുന്ന സൗഭാഗ്യങ്ങളെയും സകലവിധത്തിലുള്ളതായ ഉയർച്ചകളെയും നൽകുന്നതായ ഭഗവാന്റെ മുഖപങ്കജശ്രീ എല്ലായ്പ്പോഴും എന്നോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ. അതെന്താണ് ഈ ശ്രീരാമചന്ദ്രന്റെ മുഖാംബുജശ്രീക്ക് ഇത്ര മഹാത്മ്യം? പറയാണ്, പ്രസന്നതാം യാ നഗത അഭിഷേകത. അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, രാമ, നാളെ നിനക്ക് അഭിഷേകമാണ്, രാജ്യത്തിന്റെ യുവരാജാവായിട്ട് നിന്നെ അഭിഷേകം ചെയ്യാൻ പോണു എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ രാജാവാക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോ അവിടുത്തെ മുഖാംബുജശ്രീക്ക് പ്രത്യേകമായ ഒരു പ്രസന്നതയൊന്നും ഉണ്ടായില്ല. നമുക്ക് ആരെങ്കിലും ഒരു 10 രൂപ തരാൻ പോകണു എന്ന് പറഞ്ഞാൽ തന്നെ എന്തൊരു സന്തോഷമായിരിക്കും അല്ലെ? അപ്പോഴേക്കും മുഖമൊക്കെ തെളിയും. ഈ ഏറ്റവും സമ്പൽ സമൃദ്ധമായിരിക്കുന്ന അയോധ്യ രാജ്യം തന്നെ തനിക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴും ഭഗവാന്റെ മുഖത്തിന് യാതൊരു വ്യത്യാസം ഉണ്ടായില്ല. പ്രസന്നതാം യാ നഗത, ആരുടെ മുഖാംബുജശ്രീയാണോ അല്ലേ ഗത അഭിഷേകത, അഭിഷേകത്തിന് തയ്യാറായിക്കൊള്ളൂ എന്ന് കേട്ടപ്പോഴ് ആരുടെ മുഖാംബുജശ്രീയാണോ ഒട്ടും തന്നെ വ്യത്യസ്തമായി തെളിയാതെ, എപ്പോഴും തെളിഞ്ഞതാണ്, പക്ഷേ ഒരു പ്രസന്നതയൊന്നും ഉണ്ടാവാതിരുന്നത്. അതുപോലെ അടുത്ത ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, വനത്തിന് പൊക്കോളൂ പറഞ്ഞു. അല്ലെ, രാജ്യം ഭരതനാവട്ടെ, നിനക്ക് വനമാകട്ടെ എന്ന് കേട്ടു. അപ്പോളോ വനവാസ ദുഃഖത, നിനക്ക് വനവാസമാണ് എന്ന് വിധിച്ചപ്പോഴ് നമ്മളവും, ആരുടെ മുഖമാണോ വാടിപ്പോവാതിരുന്നത്, ആരുടെ മുഖമാണോ രാജ്യം കിട്ടാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴ് വിശേഷമായി പ്രസന്നമാകാതെയും, പിന്നെ നമുക്ക് വനവാസം ലഭിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴ് വിശേഷിച്ച് ദുഃഖിക്കാതെയും ഇരുന്നത്, അപ്രകാരമുള്ളതായ ശ്രീരാമചന്ദ്രൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ. അതാണ് പ്രാർത്ഥന. നമ്മള് വളരെ വിശേഷമായ ഒരു സമയത്തേക്ക് കടക്കുകയാണ്. സത്യത്തില് കഴിഞ്ഞ ഏകാദശി മുതൽ, ദേവശയനി ഏകാദശി എന്ന് പറയുന്ന ഈ ആഷാഢ ഏകാദശി മുതൽക്ക് വളരെ വിശിഷ്ടമായ ഒരു സമയമാണ് നമ്മുടെ ഭാരതവർഷത്തില്. അതിന് ചാതുർമാസ്യം എന്ന് പറയും. ഭഗവതാരാധനയ്ക്കും ഭഗവാന്റെ അർച്ചനാദികൾക്കും ഭഗവാന്റെ സാധനയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കേണ്ടതായ വിശേഷങ്ങളായ 4 മാസങ്ങളാണ്. ഓൾറെഡി ഈ ദേവശയനി ഏകാദശിക്ക് തുടങ്ങി ചാതുർമാസ്യ വ്രതത്തിലാണ് നമ്മളെല്ലാവരും ഭാരതം. അങ്ങനെ ചാതുർമാസ്യം നടന്നുകൊണ്ടിരിക്കുന്നിടയ്ക്കാണ് ഇന്ന് വൈകുന്നേരം ഏകദേശം ഒരു 5:30 ആയപ്പോഴേക്കും സൂര്യൻ കർക്കടരാശിയിലേക്ക് പ്രവേശിച്ചു. അതായത് നമ്മുടെ കണക്കനുസരിച്ച് കർക്കടക മാസം ആരംഭിച്ചു കഴിഞ്ഞു. ഉച്ചയ്ക്ക് വൈകുന്നേരം 5:30 ആരംഭിച്ചു. നാളെയാണ് സൂര്യൻ അതിൽ ഉദിക്കുക എന്നുള്ളത് കൊണ്ട് നാളെ മുതൽ മാസാരംഭമാണ്. അപ്പൊ തീർച്ചയായിട്ടും അല്ലെ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും മഴയും ഈ ആളുകൾക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സമയമാണ്, ആയിരുന്നു, ഇപ്പോഴും അതെ.
ഈ കർക്കടക മാസം. അപ്പോൾ ഈ പഞ്ഞമാസം എന്ന് കേട്ടതായ പ്രസിദ്ധിയുള്ളതായ ഈ മാസത്തില് നമുക്ക് ജീവിതത്തില് കഷ്ടപ്പാടുകൾ ഉണ്ടാവുമ്പോൾ ജീവിതം സുഖദുഃഖ മിശ്രിതമാണ്. ജീവിതം മനുഷ്യജന്മം എന്ന് പറഞ്ഞാലേ സുഖദുഃഖ മിശ്രിതമാണ്. സുഖം മാത്രമായിട്ട് ആരുമില്ല, ദുഃഖം മാത്രമായിട്ടും ആരുമില്ല. സുഖദുഃഖങ്ങൾ ഒരുമിച്ചുള്ളവരാണ് മനുഷ്യർ. അപ്പൊ അങ്ങനെയുള്ള ഈ മനുഷ്യജന്മത്തില് ദുഃഖത്തിന് കുറച്ച് കൂടുതൽ ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ മനസ്സ് ദുഃഖത്തെ ഓർക്കുള്ളൂ, സുഖത്തെ ഓർക്കില്ല. നമ്മുടെ ജീവിതത്തിൽ എത്രയോ സുഖകരമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് വളരെ അപൂർവമായിട്ട് നമ്മൾ ഓർക്കും. നമ്മൾ ഓർക്കുക ദുഃഖമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ ദർശനങ്ങളെല്ലാം ചിന്തിക്കുന്നത് എങ്ങനെയാണ് ദുഃഖത്തിൽ നിന്ന് മോക്ഷം ഉണ്ടാവുക, അല്ലെ? ദുഃഖത്തിൽ നിന്ന്. അപ്പോ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ വീണ്ടും വീണ്ടും യോഗലക്ഷണമായിട്ട് പറയുന്ന പോലും അതാണ്. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസ്യ യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖ. ദുഃഖത്തെ ഇല്ലാതാക്കുന്നതാണ് യോഗം. അപ്പൊ ദുഃഖം ഇല്ലാതെ ആവണം. ദുഃഖം ഇല്ലാതെ ആവാൻ എന്താ വഴി? ഗീതയിൽ ഭഗവാൻ പറയും, മാം അനുസ്മര യുദ്ധ്യച്ച് അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമ. ഈ ലോകത്തിന്റെ സ്വഭാവം അനിത്യതയും അസുഖവുമാണ്. അനിത്യവും അസുഖവുമായ ഈ ലോകത്തിൽ വന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇമം പ്രാപ്യ, ഇതിനെ പ്രാപിച്ചിട്ട് മാം ഭജസ്വ, എന്നെ ഭജിച്ചു കൊള്ളുക. പറയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഭഗവത് ഭജനമാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും അപ്പൊ ജീവിതത്തിന് പല പല കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പ്രത്യേകിച്ചും ഈ ഒരു മാസം വിശേഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ശ്രീ ഭഗവാനെ സ്മരിച്ചുകൊള്ളുക, ഭഗവാനെ ആരാധിക്കുക. സകല ദുഃഖങ്ങളിൽ നിന്നും നമുക്ക് മോക്ഷമുണ്ടാകാൻ, രക്ഷയുണ്ടാകാൻ എന്ത് ചെയ്യുക? ഈശ്വരനെ സ്മരിക്കുക, ഈശ്വരനെ ആരാധിച്ചു. അപ്പോ ആരെയാണ് ആരാധിക്കേണ്ടത്? നമ്മുടെ സനാതനധർമ്മത്തിലെ ഇഷ്ടംപോലെ ദേവതകളുണ്ട്. ആരെ വേണമെങ്കിൽ ആരാധിക്കാം. എന്തുകൊണ്ട്? എല്ലാം ഒന്ന് തന്നെയാണ്, ഒരേ ഈശ്വരൻ തന്നെയാണ്, അല്ലെ? പല പല നാമരൂപാദികളിൽ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ പല നാമരൂപങ്ങളോടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ആരെ ആരാധിച്ചാലും ഒരേ ഫലമാണ്. പക്ഷേ പ്രത്യേകിച്ച് നമുക്ക് ഈ ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോൾ ആരെ ആരാധിക്കേണ്ടത് അറിയാണ് ശ്രീ ഹനുമാൻ പറയണു. സുരോ സുരോ വാപ്യഥവാനരോ നരോ സർവാത്മനായ സുഹൃതജ്ഞമുത്തമം ഭജേത രാമം മനുജാകൃതിം ഹരിം യ ഉത്തരാനനയൻ കോസലാൻ ദിവം. നോക്കൂ, ഈ മനുഷ്യനായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് പ്രധാനമായിട്ട് ആരാധിക്കേണ്ടത്? ഹനുമാൻജി പറയണു, നമ്മളെ ശ്രീരാമനെയാണ് ഉപാസിക്കേണ്ടത്. അതെന്താ ഈ രാമൻ ഉപാസിക്കാൻ പറയാണ്? സുരോ അസുരോ വാപ്യഥ വാനരോ നരോ. ദേവന്മാരാകട്ടെ, അസുരന്മാരാകട്ടെ, വാനരന്മാരാകട്ടെ, നരന്മാരാകട്ടെ, ആരുമായിക്കോട്ടെ എന്ത് ചെയ്യണം? സർവാത്മന, മനസ്സിരുത്തിക്കൊണ്ട് ആരെയാണ് ആരാധിക്കേണ്ടത്? സുഹൃതജ്ഞമു, എല്ലാ സുഹൃതങ്ങൾക്കും ഇരിപ്പിടമായിരിക്കുന്ന, ആരാധിക്കപ്പെടേണ്ടവരിൽ ആരാധ്യനായിരിക്കുന്ന, ഉത്തമനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ആരാധിക്കണം. ആരാ അവിടുന്ന്? എന്താ എന്ന് പറയാൻ കാരണം? മനുജാകൃതിം ഹരിം. അവിടുന്ന് മനുജ ആകൃതിയാണ്. ചലോ മനുഷ്യരൂപത്തിലാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മനുഷ്യരൂപത്തിൽ എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെയല്ല, സാക്ഷാൽ ശ്രീമൻ നാരായണൻ ഹരി എല്ലാവരുടെയും ദുഃഖങ്ങളെയും പാപങ്ങളെയും ഹരിക്കുന്നത് കൊണ്ട് ഹരി. എന്താ ഹരി ചാത്തം? ഹരതി ഇതി ഹരി. ഹരിക്കുന്നവനാണ് ഹരി. എന്നുവെച്ചാലോ നമ്മുടെ സകല വിധങ്ങളായിരിക്കുന്ന ദുഃഖങ്ങളെയും കഷ്ടപ്പാടുകളെയും എല്ലാം എടുത്തു കളയുവാൻ, ഇല്ലാതാക്കുവാൻ കഴിവുള്ളവനാണ് ഹരി. അങ്ങനെയുള്ള സാക്ഷാൽ ഹരി എന്ത് ചെയ്തിരിക്കണു? മനുജാകൃതി, മനുഷ്യന്റെ ആകൃതിയില് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള മനുജാകൃതി എടുത്തിരിക്കുന്നതായ ഭഗവാനെ ആരാധിച്ചാൽ എന്താണ് ഫലം? മനുജാകൃതിം ഹരിം. അവിടുന്ന് ആരാധിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും, അല്ലെ? എല്ലാ ജീവജാലങ്ങളും അതിനാണ് ശ്രമിക്കുന്നത്.
സർവദുഃഖ നിവൃത്തി ഉണ്ടാകണം, സകല വിധത്തിലുള്ളതായ ദുഃഖങ്ങളും ജീവിതത്തിൽ നിന്ന് അകന്നു പോകണം എന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും. അങ്ങനെ സകല ജീവജാലങ്ങളുടെയും ദുഃഖത്തെ ഇല്ലാതാക്കാൻ കഴിവുള്ളവനാണ് ഹരി, ശ്രീമൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. അതെന്താ അങ്ങനെ വരാൻ കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ രാമൻ എന്നാണ്. ദുഃഖത്തെ ഇല്ലാതാവുക മാത്രമല്ല, രമയതി ഇത് രാമ. ആരിലാണോ സമസ്ത പ്രപഞ്ചവും രമിക്കുന്നത്, ആരിലാണോ എല്ലാവർക്കും ആനന്ദത്തെ തേടാനാകുന്നത്, ആനന്ദത്തെ നേടാനാകുന്നത്, അങ്ങനെ നമുക്കെല്ലാവർക്കും നമ്മുടെ സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കി നമുക്ക് സകലവിധങ്ങളായിരിക്കുന്ന സുഖത്തെയും ആനന്ദത്തെയും സമ്പൂർണതയെയും നൽകാൻ കഴിവുള്ളവനായ ശ്രീരാമനെ മനുജാകൃതിം ഹരിം രാമം ഭജേത്. ആ രാമനെ ഭജിക്കുന്നത്. എന്തുകൊണ്ട്? ആരാണോ സകല ഉത്തരകുലവാസികളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോയത്. സാധാരണക്കാരനല്ല രാമൻ. സകലർക്കും എന്താണ് സാക്ഷാൽ മോക്ഷം പ്രദാനം ചെയ്തവനായ ശ്രീരാമചന്ദ്രനെ ഭജിച്ചാലും അങ്ങനെയുള്ള രാമനെ ഭജിക്കണം. എന്തുകൊണ്ടാണ്? പറഞ്ഞൂടെ, മനുജാകൃതി. ഭഗവാൻ മനുജാകൃതിയാണ്. ചില മനുഷ്യന്റെ രൂപത്തിൽ വന്നവനാണ്. നമുക്ക് എത്രയോ അവതാരങ്ങളുണ്ട്. അവതാരാഹി അസംഖ്യേയാഹ, അസംഖ്യങ്ങളായ അവതാരങ്ങളുണ്ട്. പക്ഷെ ആ അവതാരങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ശ്രീകൃഷ്ണാവതാരത്തിനും ശ്രീരാമാവതാരത്തിനും പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും രാമാവതാരത്തിന് വളരെ പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാ? ഭഗവാന്റെ ജീവിതം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, അവിടുത്തെ ജീവിതവും നമ്മളെപ്പോലെ തന്നെ അനേകങ്ങളായിരിക്കുന്ന വിഷമതകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അപ്പൊ അനേകങ്ങളായ വിഷമതകളിലൂടെ അദ്ദേഹത്തിന് അല്ലെ നമ്മള് ജീവിതത്തെ അനുഭവിക്കുന്നത് പോലെ ഒരുപക്ഷെ നമ്മളൊന്നും ഭഗവാൻ അനുഭവിച്ചതുപോലെ ഒന്നും വിഷമിച്ചിട്ടില്ല അല്ലേ. മാനുഷികമായ തലത്തിൽ നോക്കുകയാണെങ്കിൽ അവിടത്തേക്ക് കുട്ടിയായിരിക്കും, വെറും 16 വയസ്സുള്ളപ്പോൾ അസുരന്മാരെ, അതും സാധാരണ അസുരന്മാരെ ഒന്നല്ല, അല്ലേ സുബാഹു മരീചൻ മുതലായിട്ടുള്ള അസുരന്മാരെ നേരിടേണ്ടതായിട്ട് വന്നു. പിന്നെ സീതാശ്വയംവരത്തിന് പോകേണ്ടതായിട്ട് വന്നു. പിന്നെ കുറച്ച് കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ സർവസ്വവും നഷ്ടപ്പെടേണ്ടി വന്നു. രാജ്യവും അച്ഛനും അമ്മയും എല്ലാവരെയും ഉപേക്ഷിച്ച് അദ്ദേഹത്തിന് വനത്തിന് പോകേണ്ടി വന്നു. അവിടെ വളരെ കഷ്ടപ്പെടേണ്ടി വന്നു. അവിടെ ഇരിക്കുന്ന സമയത്താണ് സ്വന്തം പത്നിയെ പിരിയേണ്ടതായിട്ട് വന്നു. പിന്നീട് ആരുമില്ല സഹായിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോ വാനരന്മാരുമായിട്ടൊക്കെ കൂടിയിട്ട് ലങ്കയിലേക്ക് പോവാനും അവിടെ യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. തിരിച്ച് വരുന്ന സമയത്ത് വലിയതായ വിഷമതകൾ ഉണ്ടായി. തിരിച്ചെത്തിയപ്പോഴും രാജ്യാഭിഷേകം കഴിഞ്ഞപ്പോഴേക്കും ആളുകൾക്ക് സീതയുടെ മുകളിലുള്ളതായ സംശയങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് വലിയതായ ദുഃഖമുണ്ടായി. അപ്പോ സത്യത്തിൽ നോക്കുകയാണെങ്കിൽ ശ്രീരാമേന്ദ്രന്റെ കഥ വലിയ അല്ലെ, ഒരു നമ്മളുടെയൊക്കെ ദുഃഖം ഭഗവാന്റെ ദുഃഖമായിട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല. അതുകൊണ്ടാ പറഞ്ഞത് മനുജാകൃതി. എന്തിനാണ് ഭഗവാന്റെ അവതാരം? മർത്യാവതാരസ്തിഹ മർത്യശിക്ഷണം. നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായാലും ഒരിക്കലും മനസ്സിന്റെ ശക്തി കൈവിടരുത്. എത്ര ഇരുട്ടാണെങ്കിലും ഇരുട്ടിന് എപ്പോഴും ഇരിക്കാൻ പറ്റില്ല. എത്ര ഇരുട്ടും എത്ര രാത്രിക്കും ഒരന്തമുണ്ട്. എന്ത് ദുഃഖത്തിനും ഒരവസാനമുണ്ട്. എന്ത് ചെയ്യാ? ധൃതിയോടുകൂടി, മനസ്സിന് ഉറപ്പോടുകൂടി നമ്മള് ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ട് പതറിപ്പോവാതെ, ഓടിപ്പോവാതെ ആ ദുഃഖ ദുരിതങ്ങളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ജയമുണ്ടാകും. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ അങ്ങനെ ഭഗവാന്റെ വിശേഷമായിരിക്കുന്ന അതാണ് ഭഗവാന്റെ ശ്രീരാമചന്ദ്രന്റെ മഹാത്മ്യം. അവിടുന്ന് മറ്റവതാരങ്ങളെ പോലെയല്ല, നമ്മുടെ മനുഷ്യജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവതാരമാണ് ശ്രീരാമചന്ദ്രന്റെ അവതാരം. അതുകൊണ്ട് അവിടുത്തെ ആരാധിക്കാൻ, പ്രത്യേകിച്ചും ഇപ്പോ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാകുന്ന അവസരത്തില് ദുഃഖങ്ങളെ ഇല്ലാതാക്കാനും പിന്നെ പരമമായിരിക്കുന്ന ആനന്ദത്തെ നൽകുവാനും എന്ത് ചെയ്യണം? ഭഗവാൻ ശ്രീരാമചന്ദ്രനെയാണ് നമ്മൾ ഭജിക്കേണ്ടത്. അപ്പൊ എങ്ങനെ ഈ ഭഗവാനെ ഭജിച്ചു വെച്ചോളൂ? ഭഗവാനെ ഭജിച്ച എന്താ ഫലം? ശ്രീരാമചന്ദ്രനെ ഉപാസിക്കുന്നത് കൊണ്ട് എന്താണ് ഗുണം? പറയാണ്, നാന്യാസ്പൃഹ
രഘുപതേ ഹൃദയേ സ്മദീയേ സത്യം വദാമി ച ഭവാൻ അഖിലാന്തരാത്മാ ഭക്തിം പ്രയച്ഛ രഘുപുംഗവ നിർഭരാം മേ കാമാദിദോഷരഹിതം കുരു മാനസം ച. എന്തിനാണ് ശ്രീരാമചന്ദ്രനെ ഭജിക്കേണ്ടത് പറഞ്ഞു അല്ലെ? തീർച്ചയായിട്ടും ഭഗവത് ഭജനം കൊണ്ട് സകലവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിഞ്ഞു പോകും, മനസ്സിൽ ആനന്ദമുണ്ടാവും. മാത്രമല്ല അല്ലേ, പ്രാർത്ഥനയാണ്. ഭഗവാനെ, എൻ്റെ മനസ്സിൽ ഞാനിത് അവിടുത്തെ ആരാധിക്കണു. ഈ അവിടുത്തെ ആരാധിക്കുമ്പോൾ എന്താ എൻ്റെ മനസ്സിൽ ആഗ്രഹം? എന്നാ അന്യാസ്പൃഹ, എൻ്റെ ഹൃദയത്തിൽ വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങേക്ക് അറിയാമല്ലോ അല്ലേ, നാ അന്യാസ്പൃഹ രഘുപതേ ഹൃദയേ സ്മദീയേ സത്യം വദാമി. ഞാൻ അവിടുത്തോട് സത്യം മാത്രം പറയാം. എന്താണ്? ഭഗവാൻ അഖിലാന്തരാത്മ. എന്താ താൻ എന്നെ ഭജിക്കണം? എന്തിനാ എന്നോട് ഭജിക്കുന്നത്? ഭക്തിം പ്രയച്ഛ രഘുപുംഗവ. അല്ലയോ രഘുപുംഗവ, ഭക്തിം പ്രയച്ഛ. എന്നെ ഭഗവാനെ, എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, എൻ്റെ ഹൃദയത്തില് അവിടുത്തെ പാതാരവിന്ദങ്ങളോട് ഭക്തി ഉണ്ടാവട്ടെ. എങ്ങനെയുള്ള ഭക്തി? നിർഭരാം ഭക്തി. ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാവും. എപ്പോഴാ? വയ്യാതാകുമ്പോഴേ, കഷ്ടപ്പാടുണ്ടാകുമ്പോഴേ, ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോ ഭക്തി ഉണ്ടാവും. അത് കഴിയുമ്പം വിഭക്തി ഉണ്ടാവും. അപ്പോ സകല വിധത്തിലുള്ളതായ ദുഃഖങ്ങളെയും ഇല്ലാതാക്കി ഞങ്ങളുടെ ഹൃദയത്തിൽ സമ്പൂർണ്ണ നിർഭരമായ ഭക്തി, സുഖത്തിലും ദുഃഖത്തിലും ഉയർച്ചയിലും താഴ്ചയിലും ഒക്കെ ശ്രീ ഭഗവാനെ ഓർത്തുകൊണ്ട് അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അവിടുന്ന് എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള ധൈര്യത്തോടു കൂടി ശ്രീ ഭഗവാനെ ഭജിക്കുവാനുള്ളതായ കഴിവ് എനിക്കുണ്ടാകണേ. ഭക്തിം പ്രയച്ഛ രഘുപുംഗവ നിർഭരാമി. ഇനിയോ കാമാദി ദോഷരഹിതം കുരു മാനസം. ഭഗവാനെ, അവിടുന്ന് എനിക്ക് ഭക്തി തരണേ. എൻ്റെ ഹൃദയത്തിലുള്ള കാമക്രോധ ലോഭമോഹ മതമാത്സര്യാദികളായിരിക്കുന്ന സകല ദുർവൃത്തികളെയും ഇല്ലാതാക്കി. അതിനു വേണ്ടിയാണ് നമ്മളല്ലേ പണ്ടൊക്കെ കേരളത്തിലെ ഈ കർക്കിടകം വരുന്ന തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യും? ഈ സകല എല്ലാം അടിച്ചു വാരി തുടച്ച് എല്ലാവിധത്തിലുള്ള എന്താണ് വൃത്തികേടുകളും ചേട്ടാഭഗവതിയാണെന്ന് പറഞ്ഞ് ചേട്ടാഭഗവതി പുറത്ത് ശ്രീഭഗവതി അകത്ത് എന്നൊക്കെ പറഞ്ഞ നമുക്കൊരു അതിനൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാ നമ്മുടെ ഹൃദയത്തിലുള്ളതായ ഈ വൃത്തികേടുകളെല്ലാം കളഞ്ഞ് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ശ്രീരാമചന്ദ്രനെ പ്രതിഷ്ഠിക്കാൻ നമുക്കാകണം. ഭക്തിം പ്രയച്ഛ രഘുപംഗവ നിർഭരാമേ കാമാദി ദോഷരഹിതം കുരുമാനസം. രാമചന്ദ്ര, ഭഗവാനെ, അവിടുന്ന് എൻ്റെ മനസ്സിനെ കാമാദി ദോഷങ്ങളിൽ നിന്നെല്ലാം ഇല്ലാതാക്കി എൻ്റെ ഹൃദയത്തിൽ പരമമായ ഭക്തി നൽകി അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിച്ച് അല്ലെ, പാദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ധാർമ്മികമായ ഒരു ജീവിതം നയിക്കാൻ എനിക്ക് സാധിക്കട്ടെ. രാമോ വിഗ്രഹവാൻ ധർമ്മ. ആരാ രാമൻ? ധർമ്മവിഗ്രഹമാണ്. എന്താണ് ധർമ്മം? ആ ധർമ്മ ഉടലെടുത്തവനാണ് ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ട് ആ ധർമ്മത്തെ ആശ്രയിച്ചു പോകാൻ നമുക്ക് സാധിക്കുമാറാകണം. അതുകൊണ്ട് അതാണ് ഭഗവാനോടുള്ള പ്രാർത്ഥന. ഭഗവാനെ, എന്നെ അവിടുന്ന് അങ്ങനെ രക്ഷിക്കുമാറാകണേ. ഓഹോ, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മനസ്സൊക്കെ ശുദ്ധമാക്കുക പറയാണ് അല്ല. ശ്രീ ശങ്കരാചാര്യ നമ്മൾ പറയും, എന്താ രാമ ഉപാസനയുടെ ലക്ഷ്യം? എന്താണ് ഈ രാമ ഉപാസന? പറയാണ്, തീർത്വാ മഹാർണവം ഹത്വാ രാഗ ദ്വേഷാദി രാക്ഷസാൻ യോഗീ ശാന്തി സമായുക്ത ആത്മാരാമോ വിരാജത്തെ. ശ്രീരാമചന്ദ്രന്റെ ഉപാസന ചെന്നർത്ഥം എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഉപാസിക്കേണ്ടത്? ആത്മാരാമനായി തീരാനാണ് അല്ലെ. എവിടെയാണ് ശ്രീരാമചന്ദ്രൻ? ഹൃദയകുഹരമധ്യേ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിലാണ് ശ്രീരാമചന്ദ്രൻ വസിക്കുന്നതെന്നറിഞ്ഞ് ഈ അയോധ്യ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? എല്ലാ യുദ്ധങ്ങളും ഒഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ഹൃത്തടമാണെന്നറിഞ്ഞ് ആ ഹൃത്തടത്തിൽ വസിക്കുന്നതായ ശ്രീരാമചന്ദ്രനെ ഉപാസിക്കുക അല്ലേ. ആത്മാരാമനായി നമ്മുടെ ആത്മാവ് തന്നെയാണ് ശ്രീരാമചന്ദ്രൻ എന്ന് അറിയണം. അതിനെന്താ വഴി? പറയാണ്, മഹാർണവം തീർത്തുക.
ഭഗവാന്റെ നാമം ജപിക്കുക. ഭഗവാന്റെ ഉപാസനയിലൂടെ സംസാരസാഗരം കടക്കണം കേട്ടോ. അല്ലെ, എപ്രകാരമാണോ വാനരസേന ആ സമുദ്രം കടന്ന് ലങ്കയിൽ പ്രവേശിച്ച് അവിടെയുള്ളതായ രാക്ഷസന്മാരെ വധിച്ചത്, അതുമാതിരി നമുക്കും നമ്മുടെ ഹൃദയം തീർപ്പാ മഹാർണവം ഈ രാഗദ്വേഷാദി ഈ എന്താ പറയാ സംസാര സമുദ്രത്തെ കടന്ന് എന്ത് ചെയ്യണം? രാഗദ്വേഷാദി രാക്ഷസാൻ ഹത്വ, രാഗദ്വേഷാദികളായിരിക്കുന്ന രാക്ഷസന്മാരെ ഇല്ലാതാക്കി ശാന്തി സമായുക്ത. പ്രകാരമാണോ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് കൂടിയത്, സീതാദേവിയോട് ഒന്നായത്? അതുമാതിരി നമുക്കും എന്ത് ചെയ്യണം? ഈ സംസാര സമുദ്രം കടന്ന് നമ്മുടെ ഹൃദയത്തിലുള്ളതായ ഇഷ്ടമനിഷ്ടം മുതലായിട്ടുള്ളതായ രാക്ഷസന്മാരെ ഇല്ലാതാക്കി നമ്മുടെ ഹൃദയത്തിൽ ശാന്തിയെ അനുഭവിക്കണം. യോഗി ശാന്തി സമായുക്ത, ശാന്തിയോട് ചേർന്നവനായിട്ട് ആത്മാരാമോ വിരാജ. പ്രകാരം നമ്മുടെ ഭൗതികവും ആധ്യാത്മികവുമായ നമ്മുടെ ജീവിതം സഫലമാക്കണം, കൃതകൃത്യരായി തീരണം. നമ്മുടെ ജീവിതം സഫലമായി തീരാൻ എന്താ വഴി? അത് ശ്രീരാമചന്ദ്രനെ ഉപാസിക്കുക. എങ്ങനെയാണ് ഭഗവാനെ ഉപാസിക്കേണ്ടത്? അറിയാണ് രമണ മഹർഷി പറയും, എന്താ ഭഗവാനെ ഉപാസിക്കാനുള്ള വഴി? 3 വഴികളാണ്. പൂജനം, ജപഃ, ചിന്തനം, ക്രമ. 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഭഗവാനെ ഉപാസിക്കേണ്ടത്. ഒന്നെന്താണ്? പൂജനം, പൂജിക്കുക. അല്ലേ, നമുക്കാവാകുന്ന പോലെ, നമ്മളാൽ ആവാവുന്നത് പോലെ ഭഗവാനെ നിത്യവും പൂജിക്കുക. ഓ, വലിയ പൂജാവിധിയൊന്നും എനിക്ക് അറിയില്ല, ഒന്നുമില്ല. ദിവസം ഒരു വിളക്ക് കൊളുത്തുക, ഭഗവാന്റെ മുമ്പില് ഓം രാം രാമായ നമ എന്ന് ജപിച്ച് കുറച്ച് ജലം സമർപ്പിക്കുക. ഓം രാം രാമായ നമ എന്ന് പറഞ്ഞിട്ട് ഒരു തുളസിയോ ഒരു പുഷ്പമോ സമർപ്പിക്കുക. ഓം രാം രാമായ നമ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചന്ദനം തൊടിയിക്കുക. രാം രാമായ നമ എന്നിട്ട് ഒരു ചന്ദനത്തിരി കാട്ടുക, ഒരു ദീപം കാട്ടുക. പിന്നെ എന്താണോ നമ്മുടെ വീട്ടിൽ ശുദ്ധമായിട്ടുള്ളത്, കുറച്ച് പാലായാൽ പാല്, കുറച്ച് പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര, എന്താണോ ശുദ്ധമായ, ഒരു പഴമാണെങ്കിൽ പഴം, അത് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ച് ഈ 5 എണ്ണത്തെ പഞ്ചോപചാരം എന്ന് പറയുന്നത് ജലഗന്ധ പുഷ്പ ധൂപ ദീപം, പിന്നെ നൈവേദ്യം സമർപ്പിക്കുക. എന്താ വെച്ചാൽ അത് നൈവേദ്യ വിധി ഒന്നും അറിയില്ല, ഒന്നും പേടിക്കണ്ട. ഭഗവാന്റെ മുമ്പിൽ അത് വെക്കുക. ഓം രാം രാമായ നമ, ഭഗവാനെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. പറ്റുകയാണെങ്കിൽ ഒരു കർപ്പൂരാരാധന ചെയ്യുക, അത്രേ വേണ്ടുള്ളൂ. പൂജ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പേടിക്കുന്നത് പോലെ വളരെ വലിയ ചെയ്യാൻ പറ്റുന്നവർ നല്ലത് തന്നെ. പക്ഷെ അല്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും പഞ്ചോപചാരങ്ങളെ കൊണ്ട് ഭഗവാനെ പൂജിക്കാം. എന്താ ഇത്? നമ്മുടെ രാമായണത്തിൽ തന്നെ വായിക്കും, ശ്രീരാമചന്ദ്രൻ ഈ ക്രിയാമാർഗത്തെ ലക്ഷ്മണന് ഉപദേശിക്കുന്നുണ്ട്. അത് വളരെ വിസ്തൃതമായിട്ടൊക്കെ അത്രയൊന്നും നമുക്ക് സാധിച്ചില്ലെങ്കിലും നോക്കൂ, ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്ന 5 ഭൂതങ്ങളെ കൊണ്ടാണ്. ജലഗന്ധ പുഷ്പ ധൂപ ദീപം, അല്ല ആകാശവായു, അഗ്നി, ജലം, പൃഥ്വി. ഈ നമ്മുടെ ശരീരമാകട്ടെ, നമ്മുടെ മനസ്സാകട്ടെ, ഈ കാണാകുന്ന പ്രപഞ്ചമാകട്ടെ, എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ 5 ഭൂതങ്ങളെ കൊണ്ടാണ്. ഈ പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ തിരിച്ച് ഭഗവാന് സമർപ്പിക്കുക. അല്ലേ, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഈ പ്രപഞ്ചവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ 5 ഭൂതങ്ങളെ തിരിച്ച് ഭഗവാന് സമർപ്പിക്കുക, അത്രയേ ഉള്ളൂ പൂജ. അപ്പോ ഭഗവാന് ചന്ദനം താർത്തുമ്പോൾ ആ ഗന്ധം പൃഥ്വിതത്വം സമർപ്പിച്ചു, ഭൂമി. പിന്നെ ഒരു പുഷ്പം സമർപ്പിക്കുമ്പോൾ ആകാശതത്വം സമർപ്പിച്ചു. പിന്നെ ധൂപം കാട്ടുമ്പോൾ വായു സമർപ്പിച്ചു. ദീപം കാട്ടുമ്പോൾ അഗ്നിയെ സമർപ്പിച്ചു. പിന്നെ എന്തേ ഉള്ളൂ ബാക്കി? നമ്മുടെ അഹങ്കാരേ ഉള്ളൂ. ഈ അഹങ്കാരത്തെ, അതുകൊണ്ട് നമുക്ക് 2 പദങ്ങളുണ്ട്. ഒന്ന് നൈവേദ്യവും പ്രസാദവും. നമ്മൾ സമർപ്പിക്കുമ്പോഴും മുമ്പ് നൈവേദ്യ, സമർപ്പിച്ചു കഴിഞ്ഞാൽ പ്രസാദമായി. എന്താ 2 പദം? നിശേഷേണ വേദയതി. നമ്മുടെ അഹങ്കാരമാണ് നൈവേദ്യം. ഞാനെന്ന ഭാവം, ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം. ആ ഞാനെന്ന ഭാവത്തെ, അഹങ്കാരത്തെയാണ് ഭഗവാന് നൈവേദ്യം. നിശേഷേണ വേദയതി, സമ്പൂർണ്ണ സമർപ്പണം ഭഗവാന്റെ മുമ്പില് കേട്ടോ. അത് കഴിയുമ്പോഴേ ഭഗവാൻ അത് സ്വീകരിക്കും. എന്നിട്ട് അത് ശുദ്ധമാക്കി തീർക്കുമ്പോഴോ അത് പ്രസാദമായി. നമ്മുടെ ഞാൻ, അല്ലേ, ഞാൻ ഇന്നയാളാണ്, ആ ഭാവമൊക്കെ മാറി ഭഗവാൻ, അല്ലെ, ഞാൻ ഭഗവത് ഭക്തനാണെന്നുള്ള ഭാവം ഉണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സിന് ശുദ്ധിയായി. അതുകൊണ്ടാണ് പ്രസാദം. പ്രസാദേ സർവദുഃഖാനാം ഹാനി.
ആ മനസ്സ് ശുദ്ധമാവുന്നതോടുകൂടെ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയാവും. ആ ദുഃഖങ്ങളില്ലാതായി ആനന്ദമുണ്ടാകുന്നതിനെയാണ് നമ്മൾ ഈ ദീപാരാധന നടത്തുന്നത്, അല്ലേ? ആ പ്രകാശം മാത്രമായിട്ടുള്ള അങ്ങനെ ഭഗവാൻ ഒരു ചെറിയ പൂജ ചെയ്യുക. പിന്നെയോ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, അല്ലേ? ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭഗവാന്റെ സഹസ്രനാമം ജപിക്കുക, ഭഗവാന്റെ രാമായണാദികളായിരിക്കുന്ന പുസ്തകങ്ങളെയൊക്കെ പഠിക്കുക. പിന്നെ രാമരക്ഷാസ്തോത്രം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സ്തോത്രം അത് പഠിക്കുക. അത് രാമകവചമാണ്, നമ്മളെ തന്നെ കവചം ചെയ്യാനും രക്ഷിക്കാനുള്ള രാമകവചം പഠിക്കുക. ഇതെല്ലാം ചെയ്ത് ഭഗവാനെ ജപം കൊണ്ട് ആരാധിക്കുക. ഇനിയോ ഇത് രണ്ടും മാത്രം പോരാ, ഒപ്പം എന്ത് ചെയ്യണം? അപ്പോ പൂജ, ജപം, ചിന്തനം. കുറച്ച് സമയം ശാന്തമായിരുന്ന് ആരാണ് ഈ രാമൻ, ആരാണ് ഈ ഞാൻ, എന്താണ് ഞാൻ ഈ രാമനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് രാമതത്വം ഇത്യാദി വിഷയങ്ങൾ, ആധ്യാത്മികമായ വിഷയങ്ങളെ ആലോചിക്കണം, മനനം ചെയ്യണം. കുറച്ച് സമയം കണ്ണടച്ച് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവായി വിളങ്ങുന്നതായ ശ്രീരാമചന്ദ്രനെ ധ്യാനിക്കണം. അപ്പോ രാമായണം പഠിക്കുക, രാമനാമം ജപിക്കുക, രാമനെ പൂജിക്കുക, നമ്മുടെ ഹൃദയത്തിൽ ശ്രീരാമചന്ദ്രനെ ധ്യാനിക്കുക. എന്താ ഏത് മന്ത്ര ഭഗവാന്റെ ജപിക്കേണ്ടത്? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഓം രാം രാമായ നമഃ. ഇതാണ് ഭഗവാന്റെ ബീജമന്ത്രം. അത് നമുക്ക് വളരെ ഭക്തിയോടുകൂടെ ജപിക്കാൻ പറ്റിയ വളരെ നന്നായി. അത് ബീജമന്ത്രമൊന്നും എനിക്ക് വേണ്ട, അതെ രാമ 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 ജപിക്കാൻ താരകമന്ത്രമാണ്, അല്ലേ? ശ്രീ മഹേശ്വരൻ സ്വയം, ശ്രീ പരമേശ്വരൻ സ്വയം ജപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രമാണ് രാമ 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 രാമ. അത്ര മതി. അല്ല, കുറച്ചുകൂടെയൊക്കെ അങ്ങനെയാണെങ്കിൽ അപ്പൊ രാംദാസ് നമുക്കൊരു മന്ത്രം തന്നിട്ടുണ്ട്, വളരെ രസമാണ് ജപിക്കാൻ, അല്ലേ? ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഓം, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഓം, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഓം, ശ്രീരാമ ജയ രാമ ജയ ജയ രാമ ഓം. എപ്പോഴും നമ്മുടെ ഹൃദയത്തില് ഈ മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. അതെ, അതല്ലാതെ എന്തെങ്കിലുമൊക്കെ ജപിക്കാനുണ്ടോ? പിന്നെന്താ, എത്ര മന്ത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലേ? നമ്മുടെ കുട്ടിക്കാൽ പണ്ടൊക്കെ നമ്മൾ എല്ലാവരും വൈകുന്നേരം ജപിക്കുമായിരുന്നു. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ഇതായിരുന്നു നമ്മുടെ സന്ധ്യാനാമം. എന്നും വേറെ പലതും അശ്വതി ഭരണി കാർത്തിക എന്നൊക്കെ ജപിക്കും, കുറച്ച് ശ്ലോകങ്ങളൊക്കെ പഠിക്കും. പക്ഷെ എന്തായിരുന്നു മന്ത്രം നമ്മൾ ജപിച്ചുകൊണ്ടിരുന്നത്? മലയാളികൾ എല്ലാവരും വൈകുന്നേരം വിളക്ക് വെച്ച് ജപിച്ചിരുന്ന നാമാണിത്. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ. ഭഗവാനെ, അവിടുത്തെ പാദങ്ങളിൽ ചേരാൻ എനിക്ക് സാധിക്കണേ. മുകുന്ദരാമ പാഹിമാം, ഭഗവാനെ എന്നെ രക്ഷിക്കുമാറാകണേ. രാമനാണ് നമ്മുടെ എല്ലാ രക്ഷകൻ. അപ്പോ ഈ നാമം ജപിക്കാം. അല്ല, കുറച്ചുകൂടെയൊക്കെ ഞാൻ കുറച്ചൊക്കെ ഇത്ര ചില ആളുകൾക്ക് എങ്ങനെയാണ്, അല്ലെ? പല വിഭിന്ന രുചികാലോകാഹ, ആളുകൾക്ക് പല പല ഇച്ഛകളാണ്. ചിലക്ക് രാമരാമാന്ന് ജപിച്ചാൽ മതി, ചിലക്ക് ശ്രീരാമ ജയരാം ജയിക്കാം, ചിലക്ക് രാമ 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 പാഹിമാൻ ജപിക്കാം, അല്ലെങ്കിൽ ഓം രാം രാമായ നമ എന്ന് ജപിക്കാം. ഇനി മനോഹരമായിട്ടൊരു മന്ത്രം, അതെ, ഇനി കുറച്ചുകൂടെയൊക്കെ ഒരു ആലോചിച്ച് ഈ മന്ത്രം കൊണ്ട് മനനം ചെയ്യേണ്ടതല്ലേ മന്ത്രം? മനനം ചെയ്യാനുള്ളൊരു മന്ത്രം പറയൂ. എന്താ വിഷമം? ശ്രീ ആഞ്ജനേയ സ്വാമികൾ സ്വയം കിംപുരുഷ വർഷത്തിൽ ഇരുന്നു കൊണ്ട് ശ്രീരാമചന്ദ്രനെ അർച്ചിച്ചുകൊണ്ടേയിരിക്കണു എന്നാണ്, പൂജിച്ചുകൊണ്ടേയിരിക്കണു. ശ്രീമദ് ഭാഗവതത്തില് പഞ്ചമസ്കന്ധത്തിൽ പറയും, എങ്ങനെയാണ് ശ്രീരാമചന്ദ്രനെ ഹനുമാൻ സ്വാമികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? അതേതാ മന്ത്രം? പറയാണ്, ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ നമ ആര്യലക്ഷണശീലവ്രതായ ശിക്ഷിതാത്മനെ ഉപാസിതലോകായ നമ സാധുവാദനികഷായ നമോ ബ്രഹ്മണ്യദേവായ മഹാപുരുഷായ മഹാരാജായ നമഃ. എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ ആലോചിച്ച്, അല്ല അതിന്റെ അർത്ഥമൊക്കെ ആലോചിച്ച് മനനം ചെയ്യാനായിട്ടൊരു മന്ത്രം തരൂ. ആഞ്ജനേയ സ്വാമി പറയണു, ഓം നമോ ഭഗവതേ. ആരാ ഭഗവാൻ? സാക്ഷാൽ പരമാത്മാവായിരിക്കുന്നല്ലയോ ശ്രീരാമചന്ദ്ര.
ഉത്തമ ശ്ലോകായ, ആരുടെ ജീവിതമാണോ നമ്മുടെ മനസ്സിലെ എല്ലാവിധത്തിലുള്ള അവിദ്യയെയും ഇല്ലാതാക്കി പരമമായ പ്രകാശത്തെ നൽകുവാൻ കഴിവുള്ളവനായല്ലയോ ഭഗവാൻ. ഉത്തമ ശ്ലോകായ, ആരുടെ ജീവിതമാണോ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അങ്ങനെയുള്ള ഭഗവാനെ. ആര്യലക്ഷണശീലവ്രതായ, ആരുടെ ജീവിതമാണോ ഒരിക്കൽ പോലും ധർമ്മത്തിന്റെ ഒരു ഫലം പോലും ഇല്ലാത്തത്, എപ്പോഴും ആര്യമായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെ. നമ ഉപശിക്ഷിതാത്മനെ, ആരാണോ ഉപശിക്ഷിതാത്മ, ചലോ ആരുടെ മനസ്സാണോ കയ്യിൽ തന്നെ ഇരിക്കുന്ന സകലവിധങ്ങളായിരിക്കുന്ന മാനസികമായ സകല ദോഷങ്ങളും അകന്ന് ആരുടെ മനസ്സാണോ ഉപശിക്ഷിതമായിരിക്കുന്നത്, നല്ല നിയന്ത്രിതമായിരിക്കുന്നത്, ഉപാസിത ലോകായ, ഈ ലോകം മുഴുവൻ ആരെയാണോ. നമസ്കാരം. സാധുവാദ നികഷായ, അതാ ഭഗവാൻ. ഭഗവാൻ ഒരക്കല്ലാണ്. എന്തിനുള്ള ഒരക്കല്ലാണ്? സാധു. എന്താണ് ധർമ്മം, ആരാണ് സാധു? നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംശയം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക? നമ്മള് ശ്രീരാമചന്ദ്രന്റെ ജീവിതവുമായിട്ട് നമ്മുടെ ആ സന്ദർഭത്തെ ഉരച്ചു നോക്കുക. അപ്പൊ നമുക്ക് ക്ലാരിറ്റി വരും എങ്ങനെയാ നമ്മൾ ജീവിക്കേണ്ടത്. സാധുവാദ നികഷായ നമോ ബ്രാഹ്മണന്മാർക്ക് പ്രിയനായി, അല്ലെ, ആ സാത്വികന്മാരായിരിക്കുന്ന ആളുകളാൽ ആരാധിക്കപ്പെടുന്നവനായി, സാത്വികരായിരിക്കുന്ന ആളുകളെ സ്നേഹിക്കുന്നവനായി, ബ്രഹ്മണ്യദേവായ മഹാപുരുഷായ, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മഹാരായ നമഃ, എല്ലാവരെയും ചേർത്തുകൊണ്ട് എല്ലാവർക്കും പരമമായിരിക്കുന്ന മംഗളത്തെ നൽകുന്നതിന് എപ്പോഴും ബദ്ധകങ്കണനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര അവിടത്തേക്ക് നടത്തും. അപ്പോ നോക്കൂ, എന്തൊക്കെയാ ചെയ്യേണ്ടത്? പൂജ, ജപം. എന്താ ഏതാണോ നമ്മുടെ മനസ്സില് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഏത് മനസ്സില് വരുന്നത് ആ മന്ത്രം ശ്രദ്ധയോടുകൂടി ജപിക്കുക. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ഭജിക്കണം. നമ്മുടെ സിദ്ധകാലം കഴിയുവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. ഈ കലിയുഗത്തില് നമുക്ക് ഭഗവാന്റെ നാമ ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലൗ നാസ്തേവ 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 അന്യഥാഗതി. നമുക്ക് വേറെ ആശ്രയങ്ങളില്ല. അതുകൊണ്ട് ശ്രീമൻ നാരായണന്റെ, ശ്രീരാമചന്ദ്രന്റെ നാമത്തെ അതാ ജപിച്ചുകൊണ്ടിരിക്കുക. നാരായണായ നമ. പാപം കെടും, പശി കെടും, വ്യസനങ്ങൾ തീരും, നാവിനുണർച്ച വരും. ഏറ്റവും അന്ത്യകാലേ ഗോവിന്ദപാദകമലങ്ങൾ തെളിഞ്ഞുക. ശ്രീരാമചന്ദ്രനെ തന്നെ ഭജിക്കുക. രാമ 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 എന്ന് ജപിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും ഇല്ലാതായി മനസ്സിന് സകല വിധങ്ങളായിരിക്കുന്ന അനുഗ്രഹങ്ങളും ഉണ്ടായി നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹീതമായിട്ട് തീരും. അത്രയും മഹാത്മ്യമുള്ളതാണ് ശ്രീരാമചന്ദ്ര ചരിതം. ശ്രീരാമചന്ദ്ര ചരണങ്ങൾ. ആ ശ്രീരാമചന്ദ്ര ചരണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഭഗവൻ നാമത്തെ ജപിച്ചുകൊണ്ട് ഭഗവാന്റെ വിശിഷ്ടമായിരിക്കുന്ന ഈ ജീവിതം, രാമായണത്തെ, അല്ലെ, അയനം, നമ്മുടെ ജീവിതത്തിലുള്ള സകല പാപങ്ങളെയും സംശയങ്ങളെയും ഇല്ലാതാക്കാൻ ശ്രീരാമചന്ദ്രന്റെ ഈ അവിടുത്തെ വിശേഷമായിരിക്കുന്ന ഈ എന്താ പറയാ, അവിടുത്തെ ചരിതത്തെ, രാമായണത്തെ ശ്രദ്ധാപൂർവം പഠിച്ചുകൊണ്ട് വായിച്ചുകൊണ്ട് അവിടുത്തെ തത്വത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു കർക്കടക മാസം ഏറ്റവും പുണ്യമായി തീരട്ടെ. കർക്കടക മാസം മാത്രമല്ല, അത് കഴിഞ്ഞാലും ഭഗവാന്റെ നാമവും ഭഗവാന്റെ രൂപവും ഭഗവാന്റെ തത്വവും ഭഗവാന്റെ ലീലകളും ഒക്കെ ഓർത്ത് നമ്മുടെ മനസ്സ് സദാകാര രൂപമായി സകലവിധങ്ങളായിരിക്കുന്ന പാപങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മുക്തമായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണോ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണോ ശരണം. വളരെ സന്തോഷം നിങ്ങളെ എങ്ങനെയെങ്കിലും കാണാൻ സാധിച്ചതിൽ. ഇങ്ങനെയുള്ളൊരു വിശേഷമായ അവസരത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് വിദ്യയോടും
സംഘാടകർക്കും ഒക്കെ ഹരി ഓം. ഹരി ഓം സ്വാമി. ഹരി ഓം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി പുതിയ ഓം. പുതിയ ഹരി ഓം. ഹരി ഓം സ്വാമിജി. ഹരി ഓം. ഹരി ഓം. നമസ്കാരം. ഹരി ഓം ശ്രീരാമജയം. ഹരി ഓം. ഹരി ഓം. ശ്രീരാമജയം ശ്രീരാമജയം ശ്രീരാമജയം. സ്വാമിജി. നിമിഷം. ഒരു വിഷയം കൂടെ ഉണ്ട്, ശ്രദ്ധിക്കുക. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ശ്രദ്ധിക്കുക. നമ്മള് ഇനി ഒരു വിഷയം കൂടെ നമ്മളോട് സംവദിക്കാനുള്ളത് ഉണ്ണിച്ചേട്ടനാണ്, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ്. സഹസ്രനാമത്തിനെ കുറിച്ചിട്ട് ഉണ്ണിയേട്ടൻ സംസാരിക്കും. അപ്പൊ നമ്മുടെ സ്വാമിജി ഇത്രയും നേരം പൂജനീയ ശാരദാനന്ദ സ്വാമിജി അനിത്യം അസുഖം ലോകം അതില് എന്ത് വേണം എന്നുള്ളത് പറഞ്ഞു. മാം ഭജസ്വ. അപ്പൊ എങ്ങനെ എന്നെ ഭജിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉണ്ണിയേട്ടൻ സംസാരിക്കും. ഓ. വന്ദേ പരമ്പരാ ശ്രീ ഗുരു ശരണാം യസ്സാം ദിശി ക്ലിയർ ആവണില്ല. ശ്രീ മള്ളിയൂർ ഗുരുനാഥാശരണം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ ഹിതായാപതയേ നമഃ. പൂജനീയ ശാരദാനന്ദ സ്വാമിജി ശ്രീപത്മനാഭ ക്ഷേത്രം തന്ത്രിവര്യനായിട്ടുള്ള കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന തേണനല്ലൂർ പ്രദീപൻ നമ്പൂതിരിപ്പാട്, സതീശൻ നമ്പൂതിരിപ്പാട്, ഈ ഒരു വിചാരസത്രത്തിന് തുടക്കം കുറിച്ച ആദിത്യവർമ്മ തമ്പുരാൻ, ഇതിന്റെ സൂത്രധാരനായിട്ടുള്ള സജി, സാങ്കേതിക നിർദ്ദേശങ്ങള് അല്ലെങ്കിൽ സാങ്കേതിക കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്ന മഹേഷ് എന്ന നാരായണ ശർമ്മ, പത്മനാഭ ഭക്ത മണ്ഡലിയുടെ മറ്റ് പ്രവർത്തകന്മാരെ, എല്ലാവർക്കും നമസ്കാരം. കലിയുഗത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഈശ്വര ആരാധന നാമസങ്കീർത്തനമാണ്. കലൗ കേശവ കീർത്തന എന്ന് ഭാഗവതത്തിൽ കാണാം. സർവസ്വാർത്ഥോപിലഭ്യത്തെ എത്ര സങ്കീർത്തനേനൈവ സർവസ്വാർത്ഥോപിലഭ്യത്തെ എന്നും നമുക്ക് ഭാഗവതത്തിൽ തന്നെ കാണാം. വിഷ്ണു സഹസ്രനാമം സ്തോത്രങ്ങളിൽ വെച്ച് ഏറ്റവും വിശിഷ്ടമാണ്. നമുക്കറിയാം, ചില പദങ്ങള് പ്രയോഗത്തിലൂടെ രൂഢമാകുന്നു. അതുപോലെയാണ് സഹസ്രനാമവും. വിഷ്ണു സഹസ്രനാമം എന്ന് പറയണ്ട. സഹസ്രനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷ്ണു സഹസ്രനാമത്തിന്റെ പര്യായമായിട്ട് മാറിക്കഴിഞ്ഞു. ഗീത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത പോലെ എത്രയോ എത്രയോ ഗീതകൾ ഉണ്ടെങ്കിലും ഗീത എന്നാൽ ഭഗവത്ഗീത. എത്രയോ എത്രയോ സഹസ്രനാമങ്ങൾ ഉണ്ടെങ്കിലും സഹസ്രനാമം എന്ന് പറഞ്ഞാൽ വിഷ്ണു സഹസ്രനാമം. മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിലെ ഭീഷ്മാചാര്യ ആ യുധിഷ്ഠിരനോട്
ഉപദേശിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ആ യുധിഷ്ഠിര ഭീഷ്മ സംവാദത്തിന്റെ രൂപത്തില് 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള ആ മഹാഭാരതത്തിലെ 149-ാമത്തെ അധ്യായത്തിലാണ് ഭീഷ്മ യുധിഷ്ഠിര സംവാദ രൂപത്തിലുള്ള സഹസ്രനാമം നമുക്ക് കാണാൻ സാധിക്കുന്നു. സഹസ്രനാമം എന്നുമെന്നും മുഴങ്ങുന്ന ശ്രീപത്മനാഭന്റെ സന്നിധി ചിലപ്പോ ഒരിടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും സഹസ്രനാമം മുഖരിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിഷു ദിവസം നമ്മൾ ആരംഭിച്ച ആ സഹസ്രനാമ ജപം 19 കോടി നാമജപം പൂർത്തിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും ധാരാളം ഭക്തജനങ്ങള്, കൂടുതലും അമ്മമാര് വന്ന് ആ നാമജപം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യവും നാമം ജപിക്കുന്ന കുറച്ചു പേര്, പിന്നെ മാറി മാറി നാമജപത്തിൽ പങ്കെടുക്കുന്ന കുറെ പേര്, എതിർച്ഛയാ വന്ന് നാമജപത്തിൽ പങ്കെടുക്കുന്ന അല്പം പേര്. അങ്ങനെ ഗംഭീരമായിട്ട് പത്മനാഭ സന്നിധിയിലെ ആ വിഷ്ണു സഹസ്രനാമ ജപം നിത്യവും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു മാറ്റം നമുക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കും. കാരണം അത്രയും വിശിഷ്ടമാണ് സഹസ്രനാമം. അതുകൊണ്ട് തന്നെയാണ് പറയാൻ കാരണം. ജപത്തിന്റെ ശക്തി പ്രത്യേകമുണ്ട്. നമുക്കറിയാം, കലിയുഗത്തിൽ പ്രത്യേകിച്ച് അതിൽ തന്നെ പല ലൗകിക അലൗകിക പ്രയോജനങ്ങളും നമുക്ക് പകർന്നു തരുന്നതാണ് വിഷ്ണു സഹസ്രനാമ ജപം. എന്താണ് വിഷ്ണു സഹസ്രനാമത്തിന്റെ പ്രയോജനം? ധാർമ്മിക പ്രയോജനം എന്ത്? ശാരീരിക പ്രയോജനം എന്ത്? മാനസിക പ്രയോജനം എന്ത്? സാമൂഹിക പ്രയോജനം എന്ത്? ബൗദ്ധിക പ്രയോജനം എന്ത്? എന്നിങ്ങനെ പ്രത്യേകം 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 എടുത്ത് ചിന്തിച്ചാൽ ചിലപ്പോൾ ഈ നമ്മുടെ പരിമിതമായിട്ടുള്ള സമയമൊന്നും മതിയാവില്ല. എന്നാലും നമുക്ക് ഒന്ന് ചുരുക്കി ആ സഹസ്രനാമത്തിന്റെ പ്രാധാന്യത്തേക്കും പ്രയോജനം ഒന്ന് നമുക്ക് സ്മരിക്കാം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ഒരു ചടങ്ങിൽ പെട്ടതല്ലെങ്കിൽ പോലും എൻ്റെ വൈയക്തികമായ രീതിയിൽ ഇന്ന് എനിക്ക് ഒരുപാട് മനഃപ്രയാസമുണ്ടായ ഒരു ദിവസമാണ്. കാരണം നമ്മുടെ എല്ലാ ആധ്യാത്മിക ഗ്രൂപ്പുകളിലും വളരെ സജീവമായിട്ട് പങ്കെടുത്തിരുന്ന, എന്നും സഹസ്രനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന, അതും തിരുവമ്പാടി കണ്ണന്റെ മുന്നിൽ സഹസ്രനാമം ജപിക്കുന്ന, എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്ന രമണിസ്വാമി എന്ന പരമഭക്തൻ ഇന്ന് ഭഗവത് പദത്തിലേക്ക്, വിഷ്ണുപദം പൂകി. ഒരു പൂർണിമ ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു, ശിഷ്യൻ ഗുരുവിനെ അന്വേഷിച്ച് പോകേണ്ടതാണ്, അതിന് പക്ഷെ ഇവിടെ ഗുരുനാഥൻ ശിഷ്യനെ അന്വേഷിച്ച് വന്നിരിക്കുന്നു എന്ന്. ആ ഗുരുപൂർണിമ ദിവസം നമ്മൾ കണ്ടുമുട്ടിയതാണ്. അദ്ദേഹം ദക്ഷിണയൊക്കെ സമർപ്പിച്ച് നമസ്കരിച്ച ആളാണ്. ഇന്ന് കാലത്ത് എനിക്ക് അദ്ദേഹം സന്ദേശം അയച്ചതാണ്, ഞാൻ ശങ്കരൻകുളങ്ങര ക്ഷേത്രത്തിൽ പോവുകയാണ് സാർ, ഇവിടെ 2 ദിവസം കഴിഞ്ഞാൽ രാമായണ
സപ്താഹത്തിന് വരികയല്ലേ, ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ദർശനം എല്ലാം കഴിഞ്ഞ് തൊഴുത് മടങ്ങുമ്പോഴാണ് അദ്ദേഹത്തിന് അസ്വസ്ഥത തോന്നി. അദ്ദേഹം എന്തായാലും അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം, ഈ ഒരു സെമിനാറിൽ അദ്ദേഹവും ഒരു ശ്രോതാവായിട്ട് പങ്കെടുക്കേണ്ട ആളായിരുന്നു. അദ്ദേഹം ഭഗവത്പാദത്തിൽ പോയി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അല്ലാതെ ഇന്ന് ഈ സെമിനാറിൽ എനിക്ക് ഒരു വാക്കും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ മഹാത്മാവിന്റെ സ്മരണയിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നത്. അല്പസമയം കൊണ്ട് ഞാൻ ചുരുക്കി സംസാരിച്ചോളാം എന്നുകൂടി ആദ്യം തന്നെ ഉറപ്പ് നൽകുകയാണ്. ധാർമ്മികമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സഹസ്രനാമ ജപത്തിൽ നമുക്കറിയാം ഓരോ അക്ഷരവും മന്ത്രതുല്യമാണ്. അമന്ത്രം അക്ഷരം നാസ്തി. അതുകൊണ്ട് തന്നെ ആ സഹസ്രനാമത്തിന്റെ ശക്തി നമുക്കറിയാം. ഈ സഹസ്രനാമത്തിന് ഇത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ആചാര്യസ്വാമികള് ഈ ഒരു സഹസ്രനാമത്തിന് മാത്രമാണ് ഭാഷ്യം രചിച്ചത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ സഹസ്രനാമത്തിന് എത്ര 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 മഹത്വമുണ്ട്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥയുണ്ട്. കാഞ്ചി പരമാചാര്യര്, ഞാൻ കാഞ്ചീപുരത്ത് ഗുരുകുലത്തില് പഠിക്കുമ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു 3-4 വർഷങ്ങളോളം, 101 വയസ്സ് വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ജീവിത കഥ വളരെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ദുഷ്യന്ത് ശ്രീധർ എപ്പോഴും പറയുന്നതാണ് ആ കഥ. ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികൾക്ക്, മഹാപെരിയവാൾക്ക് അതികലശനായിട്ടുള്ള വളരെ കടുത്തതായിട്ടുള്ള പനി വന്നു. പനി മൂർച്ഛിച്ചു. അങ്ങനെ പനി മൂർച്ഛിച്ചപ്പോ ശിഷ്യഗണങ്ങൾ എല്ലാവരും വളരെ പരിഭ്രാന്തരായി. ഇപ്പൊ തന്നെ ഡോക്ടറെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ബഹളമായി. പക്ഷെ പരമാചാര്യർ പറഞ്ഞു, ഒരു ഡോക്ടറും ഒരു വൈദ്യരും വേണ്ട, നിങ്ങൾ എല്ലാവരും എൻ്റെ ചുറ്റും ഇരിക്കൂ. 35ഓളം ശിഷ്യന്മാര്, വേദപണ്ഡിതന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും എൻ്റെ ചുറ്റും ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കൂ. പനി മാറുന്നത് വരെ ജപിച്ചോളൂ. എല്ലാവരും വിഷ്ണു സഹസ്രനാമം ജപിച്ചു. എത്രയോ ഒരു ജപിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ അതികലശലായിരുന്ന പനിയൊക്കെ മാറിയെന്ന. ഇത് അദ്ദേഹം നേരിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞതാണ്. അപ്പൊ അത്രയും ശക്തിയുണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ. അത് മാത്രമല്ല, ചിത്തശുദ്ധിക്ക് ഏറ്റവും നല്ലതാണ്. ചിത്തസ്യ ശുദ്ധയെ കർമ്മ നതു വസ്തുപലബ്ധയെ എന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞിട്ടില്ലേ. ചിത്തശുദ്ധി പാപങ്ങളൊക്കെ ഇല്ലാതാക്കും, എന്നിട്ട് മനസ്സിനെ ശുദ്ധമാക്കും. അപ്പൊ ആത്മവിശുദ്ധി ഉണ്ടാകും എന്ന് മാത്രമല്ല, ആത്മവിശുദ്ധി ഉണ്ടാകുമ്പോ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുമല്ലോ. ശുദ്ധേ മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രതിഷ്ഠതേ എന്നല്ലേ. അപ്പൊ മനസ്സ് ശുദ്ധമായാൽ മതി. മനസ്സ് ശുദ്ധമായി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ നമ്മൾ വിളിക്കണ്ട, വന്നിരിക്കാൻ കാത്തിരിക്കുകയാണ് ഭഗവാൻ. അതുകൊണ്ട് ചിത്തശുദ്ധിക്ക് സഹസ്രനാമം വിശേഷമാണ്. അതുപോലെ തന്നെയാണ് രോഗമുക്തി. ഞാൻ പറഞ്ഞു, രോഗമുക്തിക്ക് നല്ലൊരു ഉദാഹരണം തന്നെ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. രോഗമുക്തി ഇപ്പോ പുതിയൊരു ശാഖ നമ്മുടെ ചികിത്സാ രംഗത്ത് പുതിയൊരു ശാഖ തന്നെ ഉടലെടുത്ത് വരികയാണ്. അതെന്താണ്? അത് ഈസ്തറ്റിക് തെറാപ്പി അല്ലെങ്കിൽ ഈസ്തറ്റിക് ഹീലിംഗ് എന്ന സാഹിത്യ ചികിത്സ. സാഹിത്യ ചികിത്സ എന്നുള്ളത് ഇപ്പോൾ ഒരു പുതിയ ശാഖയാണ്. പണ്ടേ ഉള്ളതാണെങ്കിലും ഇപ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ശാഖ ഇപ്പൊ വളർന്നു വരുന്നത്. നമ്മുടെ മന്ത്രങ്ങളും സ്തോത്രങ്ങളും പുരാണങ്ങളും കാവ്യങ്ങളും എല്ലാം എങ്ങനെയാണ്
രോഗത്തെ ശമിപ്പിക്കുക. അങ്ങനെ പല പല വിധത്തിലുള്ള രോഗങ്ങളെയൊക്കെ ശമിപ്പിക്കുവാൻ മന്ത്രോച്ചാരണം. നമുക്കറിയാം ആയുർവേദത്തിൽ ഇത് ഇന്നല്ല. ആയുർവേദത്തിൽ പണ്ടേ ഉണ്ട് ദൈവവ്യപാശ്രയ ചികിത്സ. ആയുർവേദത്തിലെ മരുന്നിനോടൊപ്പം മന്ത്രത്തിനും പ്രാധാന്യമുണ്ട്. അങ്ങനെ മരുന്നിനും മന്ത്രത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു ശാഖയാണ് ദൈവവ്യപാശ്രയ ചികിത്സ. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ പുതിയൊരു ശാഖയാണ് ഈസ്തറ്റിക് തെറാപ്പി എന്ന സാഹിത്യ ചികിത്സ. ഇതിനെക്കുറിച്ച് ഒരു 10-15 ദിവസം മുൻപ് നമ്മള് നേപ്പാളിലെ വേൾഡ് സാൻസ്ക്രിറ്റ് കോൺഫറൻസിൽ ഒരു പാനൽ ഡിസ്കഷൻ നടത്തിയിരുന്നു. ഒരു 1.5 മണിക്കൂറോളം ഒരു 10 പേര്, പല രംഗത്തുള്ളവർ എങ്ങനെയാണ് ഈ ചികിത്സ ചെയ്യുന്നത്, തെറാപ്പി. അതിൽ ഭാഗവത പുരാണം എങ്ങനെയാണ് നമുക്ക് ഈ ഈസ്തറ്റിക് തെറാപ്പിക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുക എന്ന് പറയണ്ടായി അവിടെ. അപ്പൊ അങ്ങനെ എല്ലാം മന്ത്രങ്ങള്, താന്ത്രിക കർമ്മങ്ങള്, ഇതെല്ലാം ഒരു ചികിത്സ കൂടിയാണ്. അതുകൊണ്ട് തന്നെ സഹസ്രനാമം രോഗമുക്തിക്കും ദീർഘായുസിനും ഏറെ 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 പ്രയോജനം ചെയ്യുന്നതാണ്. അപ്പോൾ രോഗമുക്തിക്കും ദീർഘായുസ് എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. രോഗമുക്തി എന്ന് പറയുമ്പോൾ തന്നെ മാനസികമായിട്ടുള്ള സ്വാസ്ഥ്യം വന്നു കഴിഞ്ഞു, മാനസികമായിട്ടുള്ള ഒരു ആശ്വാസം വന്നു കഴിഞ്ഞു. പിന്നെ നമുക്കറിയാം, ഇപ്പോ നമ്മള് എവിടെയും ഡിപ്രഷന്റെ ഒരു കാലമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ പറയും, എനിക്ക് ഇപ്പൊ മൂഡില്ല, മൂഡ് ഔട്ടാ, എനിക്ക് ഡിപ്രഷനാണ്. നമുക്ക് കുട്ടികൾ പോലും പറയാൻ തുടങ്ങിയിരുന്നു. അങ്ങനെയുള്ളതായ വിഷാദ രോഗമാണത്. അങ്ങനെയുള്ള വിഷാദ രോഗമെല്ലാം മാറും സഹസ്രനാമ ജപത്തിലൂടെ. പിന്നെ ഇതൊരു ധാർമ്മികമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞതെങ്കിൽ, ഇനി ഈ ഒരു ഭൗതികമായിട്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാ? ഭൗതികമായിട്ടുള്ള പ്രയോജനമുണ്ട്. ഭൗതികമായിട്ടുള്ള പ്രയോജനമാണ് നമുക്ക് പരിപൂർണമായും സമ്പത്ത് സമൃദ്ധി ഉണ്ടാകും എന്നതിന്റെ ഫലശ്രുതിയില് പറയുന്നുണ്ട് സമ്പദ് സമൃദ്ധിയെ കുറിച്ച്. ഫലശ്രുതിയില് അവസാനം ഈ സഹസ്രനാമത്തിലെ അവസാനം ചില ശ്ലോകങ്ങളിൽ കാണാം അല്ലെ ചില ഫലങ്ങള്. തുടക്കത്തിൽ തന്നെ അതിന്റെ മഹിമ പറയുന്നുണ്ട്. അത് ഞാൻ യുധിഷ്ഠിരന്റെ ചോദ്യം, ഓ ധർമ്മ സർവധർമാണാം ഭവതഃ പരമോ മതഃ കിം ജപൻ മുച്യതേ ജന്തു ജന്മ സംസാര ബന്ധന. യുധിഷ്ഠിരന്റെ ചോദ്യമാണ്. അപ്പൊ അതിന് ഭീഷ്മ പിതാമഹരുടെ മറുപടിയുണ്ട്. എന്താണ് മറുപടി? അനാദിനിധനം വിഷ്ണും സർവലോക മഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖാദികോ ഭവേത്. സകല ദുഃഖങ്ങളെയും തരണം ചെയ്യുന്നവനായി തീരും. അത് മാത്രമാണോ? അല്ല, പാപഭയാപഹം. അതും അവിടെ കാണാം. വിഷ്ണോർ നാമസഹസ്രം മേ ശൃണു പാപഭയാപഹം. പാപഭയാപഹമാണ് ഈ വിഷ്ണു സഹസ്രനാമം എന്നും അവിടെ കാണാം. പിന്നെ ഫലശ്രുതിയിലേക്ക് പോയാൽ അവിടെയും കാണാം. ഭക്തിമാന്യ സദോത്ഥായ ശുചിസ്തദ്ഗതമാനസ സഹസ്രം വാസുദേവസ്യ നാംനാം ഏതത് പ്രകീർത്തയേത്. ആരാണോ ഈ സഹസ്രനാമം കീർത്തിക്കുന്നത്, യശഃ പ്രാപ്നോതി വിപുലം ജ്ഞാതി പ്രാധാന്യമേവ ച അചലാം ശ്രിയമാപ്നോതി ശ്രേയഃ പ്രാപ്നോതി അനുത്തമം. അവിടെ പറയാണ്, ഭക്തിയോട് കൂടിയിട്ട് ആരാണോ ഈ സഹസ്രനാമം ജപിക്കുന്നത് അവൻ വിപുലമായിട്ടുള്ള യശസ് നേടും. അതുപോലെ തന്നെ അചലമായിട്ടുള്ള ശ്രിയം, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഐശ്വര്യം നേടും. അത്യുത്തമമായിട്ടുള്ള ശ്രേയസ്, കീർത്തി. പിന്നെ ആരാണോ സഹസ്രനാമം ജപിക്കുന്നത്
അവന് ഭയമില്ല. ന ഭയം ക്വചിതാപ്നോതി വീര്യം തേജശ്ച വിന്ദതി ഭവത്യരോഗോദ്യുതിമാൻ ബലരൂപഗുണാന്വിതഃ. ന ഭയം ക്വചിതാപ്നോതി, അവന് ഭയമില്ല. വീര്യവും തേജസ്സും അവൻ നേടും. അവൻ അരോഗനായിത്തീരും. ദ്യുതിമാൻ, നല്ല തേജസ്വിയായിത്തീരും. ബലം, രൂപം, ഗുണം, നല്ല ബലമുണ്ടാകും, നല്ല സൗന്ദര്യമുണ്ടാകും, നല്ല ഗുണവാനായിത്തീരും. ഇതൊക്കെ സഹസ്രനാമത്തിന്റെ ഫലശ്രുതിയില് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ സഹസ്രനാമത്തിന്റെ ലൗകിക അലൗകിക പ്രയോജനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും സഹസ്രനാമം ജപിക്കുക തന്നെ ചെയ്യും. കാരണം ആത്മവിശുദ്ധി പറഞ്ഞു, ദൈവഭക്തി ഉണ്ടാകുമെന്ന് പറഞ്ഞു, രോഗമുക്തി ഉണ്ടാകും, ദീർഘായുസ് ഉണ്ടാകും, അനപത്യതാ ദുഃഖം, സന്താനമില്ലായ്മ എന്നുള്ള ദുഃഖം തീരും, മാനസികമായിരിക്കുന്ന ആശ്വാസം കിട്ടും, വിഷാദം, നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ, അതൊക്കെ ഇല്ലാതാകും, സമ്പത്തും സൗഭാഗ്യവും ഒക്കെ കിട്ടും, ദുഷ്ടശക്തികളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ രക്ഷ നൽകുന്നതാണ് ഈ ഒരു വിഷ്ണു സഹസ്രനാമം. ഈ ജപം ചെയ്യുന്നവർക്ക് മോക്ഷം സിദ്ധിക്കും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പൊ ദിവസവും ജപിക്കുന്നവർക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്ന് മാത്രമല്ല, ആത്യന്തികമായിട്ട് നമ്മെ മുക്തിയിലേക്ക് നയിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം എന്നുകൂടി അവിടെ പറയുന്നുണ്ട്. അപ്പോ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ വൈശിഷ്ട്യം തുടക്കത്തിൽ പറഞ്ഞു. ശാരദാനന്ദ സ്വാമിജി രാമായണത്തിന്റെ മഹിമയും ആ രാമായണ ഉപാസന എങ്ങനെയാണ്, അതിന്റെ താത്വികമായിട്ടുള്ള വശങ്ങൾ എന്താണ് എന്ന് പറയുണ്ടായി. ഇവിടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും സഹസ്രനാമവുമായിട്ടുള്ള ബന്ധം തന്ത്രി പ്രദീപൻ നമ്പൂതിരിപ്പാടും പറഞ്ഞു. അപ്പോ വിഷ്ണു സഹസ്രനാമം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആ ധ്യാന ശ്ലോകം ശരിക്കും ആ പത്മനാഭസ്വാമിയുടെ ആ പ്രതിഷ്ഠാഭാവത്തെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വിഷ്ണു സഹസ്രനാമ ജപം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുരുഷ സൂക്തവും അതുപോലെ തന്നെ സഹസ്രനാമവും രാമായണവും എന്നും നടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ 6 വർഷത്തില് ഒരിക്കൽ നടക്കുന്ന മുറജപം ഇനിയിപ്പോ വരാൻ പോവാണ്. നവംബർ മാസം മുതല് മുറജപമാണ്. 56 ദിവസം നീണ്ടു നിൽക്കുന്ന 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന മുറജപം. ആ മുറജപത്തിനും നമുക്ക് ആ സഹസ്രനാമ ജപം ഉണ്ടാകും. അങ്ങനെ വേണം എന്നാണ് അതിന്റെ നിഷ്കർഷ. അപ്പോ കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ദുഃഖശമനത്തിനായി തന്റെ പല തരത്തിലുള്ള സംശയങ്ങളും തീർക്കാനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ യുധിഷ്ഠിരനെ കൊണ്ടുപോകുന്നത് യുദ്ധക്കളത്തിലേക്കാണ്. ആ ശരശയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അടുത്തേക്കാണ്. അപ്പൊ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴിയിൽ നിന്ന് കരകയറാൻ ഒരു മാർഗം ഉപദേശിച്ചു തരണം എന്ന് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോ ധർമ്മപുത്രർക്ക് അല്ല നമുക്ക് നൽകുന്ന ഒരു വലിയ നിധിയാണ് വിഷ്ണു സഹസ്രനാമം. കാരണം ആദ്യം വർണ്ണാശ്രമ ധർമ്മങ്ങള്
വിവരിക്കുന്നുണ്ട്. പാപക്ഷേകരങ്ങളായിട്ടുള്ള ധർമ്മ രഹസ്യങ്ങള്, മോക്ഷധർമ്മങ്ങള്, രാജധർമ്മം, സ്ത്രീധർമ്മം, ഇതെല്ലാം സമാസവ്യാസ യോഗത ചുരുക്കിയും വിസ്തരിച്ചും ഒക്കെ ഉപദേശിച്ചതിന് ശേഷമാണ് ആ ധർമ്മോപദേശത്തിന്റെ അവസാനത്തെ ഭാഗത്തിലാണ് ഈ വിഷ്ണു സഹസ്രനാമം വരുന്നത്. വിഷ്ണുവിന്റെ ഗുണങ്ങളെ പ്രകീർത്തിക്കുന്ന ഋഷീശ്വരന്മാരാൽ ഗാനം ചെയ്യപ്പെട്ടതായ 1000 നാമങ്ങൾ, ആ പുരുഷാർത്ഥ ചതുഷ്ടയത്തെ പ്രദാനം ചെയ്യുന്നതായ 107 ശ്ലോകങ്ങൾ. നമ്മൾ സഹസ്രനാമം എന്ന് പറയുമെങ്കിൽ 107 ശ്ലോകങ്ങളാണ്. ആ 107 ശ്ലോകങ്ങളായിട്ടാണ് 1000 നാമങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഉപക്രമമായിട്ട് 13 ശ്ലോകങ്ങൾ, ഉപസംഹാരമായിട്ട് 22 ശ്ലോകങ്ങളും ചേർത്ത് 142 ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിലെ വിഷ്ണു സഹസ്രനാമ അധ്യായത്തിലുള്ളത്. ഇന്നിപ്പോ നമ്മള് ഉപയോഗിക്കുന്ന പുസ്തകങ്ങളിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. പല പല പുസ്തകങ്ങളിലും പല വിധത്തിലാണ്, ഒരുപോലെയല്ല. പിന്നെ ഒരുപാട് ആചാര്യന്മാര് പല പല ശ്ലോകങ്ങളും ധ്യാന ശ്ലോകങ്ങളും ഫലശ്രുതി ശ്ലോകങ്ങളൊക്കെ ചേർത്ത് ഇന്ന് ഒരുപാട് ശ്ലോകങ്ങൾ കൂടിയിട്ടുണ്ടാവും നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ. പക്ഷേ മഹാഭാരതത്തിൽ നമ്മൾ കാണുന്നത് 142 ശ്ലോകങ്ങളാണ്. ആ 142 ശ്ലോകങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോ നമ്മുടെ മാനസികമായിട്ടുള്ള എല്ലാ ക്ലേശങ്ങളും നീങ്ങുന്നു, ഭൗതികമായിട്ടുള്ള എല്ലാ സമ്പത്ത് കൈവരുന്നു എന്ന് മാത്രമല്ല, നമ്മള് ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു ഉപാസനയിൽ നമ്മൾ കൂടി പാത്രമായി തീരുകയാണ്. കാരണം ശ്രീപത്മനാഭന്റെ സന്നിധിയില് ഇപ്പോൾ നടന്നു വരുന്ന ഈ ഒരു സഹസ്രനാമ ജപ യജ്ഞം എന്ന് പറയുന്നത് അതൊരു വൈയക്തികമായിട്ടുള്ളൊരു ഉപാസനയല്ല, അതൊരു സാമൂഹിക ഉപാസനയാണ്. സാമൂഹിക ഉപാസനകളെല്ലാം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലോക നന്മയെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ഇപ്പോൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സഹസ്രനാമ ജപയജ്ഞം, അത് വലിയൊരു അനുഗ്രഹമാണ്. ഭഗവാൻ തന്നെ നമുക്ക് തന്ന ഒരവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരുതിക്കൊണ്ട് സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ഈ ഒരു ജപയജ്ഞത്തിൽ പങ്കെടുക്കുക. അതിലൂടെ ലോകനന്മ, ലോകസേവനം എന്ന ഒരു ഉദാത്തമായിട്ടുള്ള ആ ഒരു യജ്ഞത്തിൽ, ഇതും ഒരു രാഷ്ട്രയജ്ഞമാണ്. ഈ ഒരു യജ്ഞത്തിൽ നമ്മുടേതായിട്ടുള്ള ഒരു ആഹുതി നമുക്കും സമർപ്പിക്കാം. രാഷ്ട്രായ സ്വാഹ, രാഷ്ട്രായ ഇദം ന മമ എന്നൊരു ഭാവത്തോടു കൂടിയിട്ട് ലോകനന്മ, ലോകസംഗ്രഹാർത്ഥം, ഭഗവാൻ പറയില്ലേ, ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ ലീലകളും. നമ്മുടെ ജീവിതവും ആ ഒരു ലോകസംഗ്രഹം എന്നുള്ള സ്വസ്ത്യസ്തു വിശ്വസ്യ എന്ന് പ്രഹ്ലാദൻ പറയുന്ന സ്വസ്ത്യസ്തു വിശ്വസ്യ ഖലഃ പ്രസീദതാം ധ്യായന്തു ഭൂതാനി ശിവം മിഥോധിയ മനശ്ച ഭദ്രം ഭജതാത് അധോക്ഷജേ ആവേശ്യതാം നോ മധുരപ്യഹേതുകി എന്ന പ്രഹ്ലാദന്റെ പ്രാർത്ഥന പോലെ നമുക്കും ലോകനന്മയ്ക്ക് വേണ്ടി നമ്മുടേതായിട്ടുള്ള ആഹുതി സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ നടന്നു വരുന്ന ഈ ഒരു വിഷ്ണു സഹസ്രനാമ പഠനം നിർവിഘ്നം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അതിൽ പങ്കെടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ഓരോ ഇടവേള നമ്മൾക്കറിയാം. നമ്മള് കൊറോണ സമയത്ത് സൗന്ദര്യലഹരി ഉപാസന യജ്ഞം നടത്തിയപ്പോഴും ഇതുപോലെ ഓരോ 10 ശ്ലോകങ്ങൾ കഴിയുമ്പോൾ ഓരോ വിചാര സത്രങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളും ഈ ഒരു സഹസ്രനാമ
പഠന യജ്ഞത്തിൽ ഇതുപോലെ വിചാര സത്രങ്ങള് ഇനിയും ഉണ്ടാകും. സഹസ്രനാമത്തിന്റെ വിവിധ വശങ്ങൾ മാത്രമല്ല, മറ്റ് പല പല വിഷയങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള വിചാര സത്രങ്ങൾ ഇനിയും ഉണ്ടാകും. എല്ലാവരും അതിലൊക്കെ പങ്കുകൊണ്ട് കൃതാർത്ഥരാവുക. സഹസ്രനാമ യജ്ഞത്തിൽ മാത്രമല്ല, ശ്രീപത്മനാഭന്റെ സന്നിധിയിൽ നടക്കുന്ന, ശ്രീപത്മനാഭ ഭക്ത മണ്ഡലിയുടെ നേതൃത്വത്തില് നടക്കുന്ന ഏകാദശി ഹരിവലം, ആ ശുക്ല ഏകാദശിയിൽ നമ്മൾ നടത്തുന്ന ഹരേ രാമ ജപിച്ചുകൊണ്ടുള്ള നാമപ്രദക്ഷിണം, അങ്ങനെയുള്ള എല്ലാ കാര്യപരിപാടികളിലും പരമാവധി ഭക്തജനങ്ങള്, ഇപ്പൊ ഇത് ഈ ഒരു സെമിനാറില് തിരുവനന്തപുരക്കാർ മാത്രമല്ല പങ്കെടുക്കുന്നത്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എപ്പോഴാണോ ശ്രീപത്മനാഭ സന്നിധിയിൽ എത്തുന്നത്, അപ്പോ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം സഹസ്രനാമത്തിൽ പങ്കെടുക്കുക. അത് ഏകാദശി ദിവസമാണെങ്കിൽ ആ ഹരിവലത്തിൽ പങ്കെടുക്കുക. അങ്ങനെ ഈ ഒരു യജ്ഞത്തിൽ നമ്മുടേതായിട്ടുള്ള ആഹുതി സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നുമെന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശരൂപനേ വണങ്ങൾ കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമസ്കാരം ചേട്ടാ. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സെമിനാർ ഇപ്പോൾ ഇവിടെ 3 വിഷയങ്ങളോടുകൂടി സമ്പൂർണ്ണമായിരിക്കുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീരാമ ഉപാസന തത്വം, വിഷ്ണു സഹസ്രനാമം, ഈ 3 വിഷയങ്ങളും നമ്മൾ സശ്രദ്ധം ശ്രവിച്ചു. ഇതുവരെ നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ ഇതിൽ കാണുന്ന പ്രകാരം ഒരു 400-ലധികം ആൾക്കാര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് അതിൽ പങ്കെടുത്തു. ഇപ്പോ ഗൂഗിൾ ഫോമിലൂടെ മറ്റും നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ചിട്ട് 40-ലധികം രാജ്യങ്ങളിലുള്ള നമ്മുടെ കൂടുതലും മലയാളികളായിട്ടുള്ളവരുടെ ഒരു കൂട്ടായ്മ നമ്മുടെ ഈ പഠന ഗ്രൂപ്പുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ വലിയ രീതിയിൽ, പിന്നെ അവർ തന്നെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലൂടെ അത് ഷെയർ ചെയ്യപ്പെട്ടിട്ട് അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ ഇത് നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് ശർമാജി നമ്മുടെ ഈ ഗൂഗിൾ മീറ്റിനെ യൂട്യൂബുമായിട്ട് ലിങ്ക് ചെയ്യിക്കാൻ പറ്റുന്നത് ഒരു ശ്രമം, ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഒന്ന് ചെയ്തു നോക്കി. സാധാരണ സൂമിലൂടെ വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പൊ അത് വിജയകരമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇടയ്ക്ക് അതിലേക്കൊന്ന് നോക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഇത് നടക്കുന്നതിനിടയിൽ ഈ സഹസ്രനാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായിട്ട് ചിലര് ഇമെയിൽ ഐ ഡി ചോദിച്ചു, അവർക്കത് കൊടുത്തിട്ടുണ്ട്. അതും ചിലപ്പോൾ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ നമുക്ക് പിന്നീട് കാണാനും കേൾക്കാനും സാധിച്ചേക്കാം. 1-2 സൂചനകൾ കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ മീറ്റ് അവസാനിപ്പിക്കാം. ഉണ്ണിയേട്ടൻ സൂചിപ്പിച്ചു, എല്ലാ ശുക്ലപക്ഷ ഏകാദശിക്കും നടക്കുന്ന ഹരിവലം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പുറത്തെ വലിയ പ്രദക്ഷിണ പാതയിലൂടെയുള്ള മഹാമന്ത്ര ജപത്തോടെയുള്ള പ്രദക്ഷിണം. ക്ഷേത്രത്തിനുള്ളിലെ കുലശേഖര മണ്ഡപത്തിൽ എല്ലാ ദിവസവും 8:30 3 ആവർത്തി നടക്കുന്ന സഹസ്രനാമ ജപം. അപ്പൊ അത് എല്ലാ വർഷവും 2 സമർപ്പണമാണ് നടക്കുക. ഒന്ന് ശ്രാവണ മാസത്തിലെ തിരുവോണ നക്ഷത്ര ദിവസം, അത് ഇനി വരുന്നു. ഓഗസ്റ്റ് 9 ശനിയാഴ്ചയാണ് ആ സമർപ്പണം വരുന്നത്. അത് നമ്മുടെ സമർപ്പണ ഇതിലെ 3-ാമത്തെ സമർപ്പണമാണ്. കാരണം ഒരിക്കലും ഇതുപോലെ നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭീഷ്മാഷ്ടമിക്കാണ് 2-ാമത്തെ സമർപ്പണം നടന്നത്. 3-ാമത്തെ സമർപ്പണം നമുക്ക് വരുന്നു. അപ്പൊ അതോടൊപ്പം തന്നെ മുറജപ കാലത്ത് 56 ദിവസവും ഈ സമർപ്പണ രീതിയിൽ തന്നെ കുലശേഖര മണ്ഡപത്തിലും അതുപോലെ തന്നെ അകത്ത് ശിവേലിപ്പുരയിലും ഭഗവാന് ചുറ്റും പ്രദക്ഷിണമായി ഇരുന്നു കൊണ്ട് സഹസ്രനാമം ജപിക്കണം എന്നുള്ള ഒരു സങ്കല്പം ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ അത് രാവിലെ സഹസ്രനാമ ജപം ഉണ്ടാവും, അകത്ത് അനുഷ്ഠാനപരമായിട്ടുണ്ടാവും, തുടർന്ന് മണ്ഡലിയുടെ ഉണ്ടാവും. ഉച്ചയ്ക്ക് ശേഷം 3:30 ശേഷം എന്നുള്ള സമയത്ത് നമ്മുടെ സഹസ്രനാമ ജപം കൂട്ടായിട്ട് ശിവേലിപുരയിൽ ഉണ്ടാകണം. അത് കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി ഒരു ചായയോ പാനീയമോ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം ഹരിവലത്തിൽ കൂടാം. ഹരിവലം കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തുമ്പോഴേക്കും പത്മതീർത്ഥത്തില് ജലജപം നടക്കുന്നുണ്ടാവും വേദപണ്ഡിതരുടെ നേതൃത്വത്തിൽ. അതിലും പങ്കെടുത്ത് ഈ 56 ദിവസവും നമുക്ക് കഴിയുന്നിടത്തോളം ആ സമയത്ത് ഇതിലെല്ലാത്തിലും പങ്കെടുക്കാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഇത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ പഠനം പൂർണ്ണമാകും. നവംബർ 2-നാണ് അതിന്റെ മഹാസമർപ്പണം ഉണ്ടാവുക. അതിനിടയിൽ നമ്മളെ ഇതുപോലെയുള്ള ഇനി 9 സെമിനാറുകൾക്ക് കൂടെ നമ്മളെല്ലാവരും പങ്കെടുക്കുന്നുണ്ടാവും. അത് വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിട്ട്, അതുപോലെ തന്നെ മാനേജ്മെന്റ് വിഷയങ്ങളെ സംബന്ധിച്ച്, വിദ്യാഭ്യാസപരമായിട്ടുള്ള വിഷയങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളെ നമുക്ക് സൂചന നൽകിയിട്ടുണ്ട്. അവയെല്ലാം തുടർന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. അവയെല്ലാം നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ യഥാക്രമം നോക്കി നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി മറ്റുള്ളവർക്കും കൂടെ അത് പകരുക. പാഠങ്ങളും നമ്മൾ കഴിയുന്നിടത്തോളം എല്ലാവർക്കും ശ്രമിക്കുക. ഇതുവരെ നമ്മളെ ശാന്താകാരം എന്ന് പറയുന്ന ധ്യാന ശ്ലോകവും 9 സഹസ്രനാമ ശ്ലോകങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. അതിന്റെ സംഗ്രഹ രൂപത്തില് പൂജനീയ കൃഷ്ണാത്മാനന്ദ സ്വാമിജിയുടെ ഒരു സംഗ്രഹ രൂപം ഇന്ന് നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്തിരുന്നു. ഇനി പോലെയും അടുത്ത് വരുന്ന 10 ശ്ലോകത്തിന്റെ ഇതുപോലെ സംഗ്രഹവും അന്ന് സെമിനാറും, അങ്ങനെയാണ് ക്രമത്തിൽ ഇത് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഇത് നമ്മളെ ഈ മുൻ പാഠങ്ങൾ കിട്ടണം, നേരത്തെ കിട്ടിയില്ല എന്നുള്ളവർക്കുണ്ടെങ്കിൽ നമ്മുടെ മണ്ഡലിയുടെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് നമുക്ക് പോയിട്ട് അതെല്ലാം കേൾക്കാവുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പ് പരിചയമില്ലാത്തവർക്കായിട്ട് പറയുകയാണ്, വാട്സപ്പ് ഗ്രൂപ്പ് പോലെയല്ല. വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷമുള്ളത് മാത്രമാണ് കിട്ടുക. ടെലഗ്രാമിലാണെങ്കിൽ എന്നാണോ ആ ഗ്രൂപ്പ് ആരംഭിച്ചത് അതുമുതൽ പോസ്റ്റ് ചെയ്ത എല്ലാം നമുക്ക് കിട്ടും. ഇങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു സൂചനയായിട്ട് പറയുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും ക്ഷേത്രത്തിലെ നിത്യ ജപത്തിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ഹരിവലത്തിലേക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പങ്കെടുത്ത ആദരണീയനായിട്ടുള്ള നമ്മുടെ ഉദ്ഘാടനം, നമ്മുടെ ഈ യോഗം അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ഉദ്ഘാടനം ചെയ്ത തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ തമ്പുരാനും, അതുപോലെ തന്നെ ആദ്യത്തെ വിഷയം അവതരിപ്പിച്ച നമ്മുടെ തരണനെല്ലൂർ പ്രദീപൻ നമ്പൂതിരിപ്പാടിന്, പൂജ്യ ശാരദാനന്ദ സരസ്വതി സ്വാമിജിക്കും, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കും, ശ്രീപത്മനാഭ ഭക്തമണ്ഡലിയുടെ ഒരു കൃതജ്ഞതയും, ഇതെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉള്ളവരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ നന്ദി പ്രകാശനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. എങ്കിലും ഒരു സഭാ നടപടികൾ എന്നുള്ള രീതിയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ശാന്തി മന്ത്രത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ കാര്യക്രമങ്ങൾ സമാപിപ്പിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാം ഓം പൂർണ്ണമത എന്നുള്ള ശാന്തി മന്ത്രം. ഓ